പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂത്താങ്കിരി ഏത് പറമ്പിലാണോ പൂത്താങ്കിരികൾ ബഹളം വയ്ക്കണേ ആ വീട്ടിൽ അന്നത്തെ ദിവസം ഭയങ്കര വഴക്കായിരിക്കും. ഇത് അന്ധവിശ്വാസമാണോ? അന്ധവിശ്വാസം അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളെന്നും ഇവിടെ പൂരാ അടിയായിരിക്കും. എന്നും ഈ പൂത്താങ്കിരികൾ ഇവിടെ ഉണ്ട്, എല്ലാ ടൈപ്പ് കിളികളും. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് വായിക്കുകയാണ് നമ്മൾ. ഞങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ കുറേ പേര് കാണും. ഇപ്പോൾ 10,000 പേര് അല്ലെങ്കിൽ 20,000, ചിലപ്പോൾ 50,000 പേര്, ചിലപ്പോൾ 1,00,000 പേര്, അങ്ങനെയൊക്കെ വീഡിയോ കാണുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറില്ല കേട്ടോ, ഏതൊക്കെ ആളുകളൊക്കെയാവും കാണുന്നുണ്ടാവുക, അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പിന്നെ ചില ആളുകളൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് കരച്ചിൽ വരാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഇതാ പറയുക, ഈശ്വര അവർക്കൊക്കെ നമ്മളറിയോ, അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുമോ എന്നൊക്കെ. അതെ, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കമൻ്റാണിത്. കഴിഞ്ഞ കമൻറ്റ് വായനയിൽ വന്നതാട്ടാ. യമുന ബി വയലാർ: നിങ്ങളെ കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പഠിച്ച കവിതകൾക്കൊപ്പം എൻ്റെ അച്ഛൻ വയലാറിൻ്റെ വൃക്ഷം എന്ന കവിതയും ചൊല്ലിക്കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഞങ്ങളുടെ സ്നേഹം. ഇത് വയലാർ രാമവർമ്മയുടെ മകളാണ്, യമുന ചേച്ചിയാണ്. അപ്പോൾ ആള് പിന്നെ നമ്പർ കിട്ടി ഞങ്ങൾക്ക്, ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു, നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശ്വര ഇതാരാ, ഞാൻ സംസാരിക്കുമ്പോഴേ ഞാനിതാരോടെ സംസാരിച്ചോണ്ടിരിക്കണ ഈശ്വര, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ആ ചേച്ചി പറയണത് നമ്മളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന്. ഈശ്വര എല്ലാം വിധിയുടെ വിളയാട്ടം അല്ലേ, ഇങ്ങനെ ഭാഗ്യങ്ങളാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ. ഇനിയിപ്പോൾ ഈ നിമിഷം മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നില്ല നമുക്ക് ചില സമയത്ത്. ഭയങ്കരമായിട്ട് മനസ്സ് സന്തോഷിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നണ ചില സമയങ്ങളാണ് ഇതൊക്കെ. യൂട്യൂബിനോടാണോ എന്തിനോടാണ് നന്ദി പറയണ്ടേന്ന് അറിയില്ല. നമുക്ക് സ്ഥിരം കമന്റ് ഇടാറുണ്ട് ഈ ചേച്ചി, അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാറില്ല. തന്നെ നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഈ അതിൽ കണ്ടപ്പോഴാണ് ആ കവിത അപ്പൊ എനിക്ക് ചൊല്ലാൻ തോന്നിയത് ഭാഗ്യം. അതുകൊണ്ടല്ലേ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലേ. മുഴുവൻ അറിയില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയുള്ളൂ. അത് മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങണേ കവിത. അതിൻ്റെ ഇടയിലത്തെ നമുക്ക് ആ സമയത്ത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് ഇടയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു 12 വരിയ ബൈഹാർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അന്നൊരു ശരത്കാല പൗർണമി ഒഴുക്കിയ ചന്ദനപ്പുഴ നീന്തി ഞാൻ പാടില്ലേ, അവിടം തൊട്ട് കുറച്ച് ഒരു 10, 16 വരിക, അങ്ങനെ എത്രയൊക്കെ വരികളാണ് പഠിക്കാണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് എന്നാലത്തെ കുറേ വരികളൊക്കെ കാണാണ്ട് അറിയാമെന്ന് മാത്രം. എപ്പോഴും വായിച്ചിട്ട് ഇഷ്ടമുള്ള കവിതകളാകുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരുന്ന് വായിക്കും. മലയാളം പുസ്തകം വെറുതെ ഇരുന്ന് വായിക്കും. പാടായാലും മലയാളം പാടണ്ടല്ലോ, വലിയ പാടങ്ങൾ, ഗദ്യം. ഈ ഗദ്യം കഥയൊന്നും ആവില്ല, എന്തിനെങ്കിലും കുറിച്ചിട്ടുള്ള ഗദ്യഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മൊത്തം അങ്ങനെ തന്നെ കാണാണ്ട് ഞാൻ പറയുമായിരുന്നു. വെറുതെ ഇരുന്ന് വായിക്കും. മലയാളം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ പുസ്തകങ്ങളൊന്നും ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ അങ്ങനെയൊന്നും അടുത്ത് ലൈബ്രറികളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നേ വായിക്കാനൊക്കെ ആ സമയത്തൊക്കെ ചിലപ്പോൾ ബുക്കുകൾ കിട്ടിയിരുന്നെങ്കിലൊക്കെ ഞാൻ കുറേ വായിച്ചേനെ. പിന്നൊന്നും വായിക്കാം. ഇപ്പോൾ നമുക്ക് പുസ്തകങ്ങളുണ്ട്, അപ്പോൾ വായിക്കാനുള്ള ഇതൊക്കെ പോയി. അതുകൊണ്ട് അങ്ങനെ അറിയണതാണ് കവിതകൾ. ഇപ്പോഴും അത് മറന്നിട്ടില്ല, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതൊന്നും മറന്നിട്ടില്ല എന്ന് മാത്രം. യമന ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. അവരുടെ വീട് കാറളത്താണ്, പാലക്കാടുണ്ട്, കരുവന്നപ്പുഴയുടെ തീരത്താണ് അവരുടെ വീട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് കൊണ്ട് നമ്മൾ കമൻറ്റ് വായന ആരംഭിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് കമൻസ് മാത്രം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കമൻസ് വരും. നിങ്ങളെ പുകഴ്ത്തുന്ന കമൻസ് മാത്രമേ നിങ്ങൾ വായിക്കുന്നുള്ളൂ. നെഗറ്റീവ് കമൻസ് അപൂർവമായിട്ടൊക്കെ നമുക്ക് അപൂർവമല്ല, അല്ലെങ്കിൽ വരാറുണ്ട്. വരാറുള്ള നെഗറ്റീവ് കമൻസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പറയും, അപ്പോൾ നിങ്ങൾ നെഗറ്റീവിനെ കളയൂ, നിങ്ങളത് എടുക്കണ്ട, വായിക്കണ്ട, അങ്ങനെ അതിനെ ഇഗ്നോർ ചെയ്യൂ. പറഞ്ഞു നെഗറ്റീവ് കമന്റുകളായാലും നമ്മൾ വായിക്കും, പക്ഷെ കത്തുകളിലൂടെ അല്ല ഈ കമന്റ് വായനയിലൂടെ വായിക്കില്ലെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കും, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷെ അത് നമ്മൾ ലംഘിക്കുകയാണ് കേട്ടാ. നെഗറ്റീവ് കമന്റ് വായിക്കാണ്ടും പറ്റില്ല. പിന്നെ വായിക്കാം. ഇനി നമുക്ക് തുടങ്ങാം. ഇതൊക്കെ ഏത് വീഡിയോയിൽ ഇതേ കഴിഞ്ഞ കമൻറ്റ് വായന ഓർമ്മയുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ വേഗം നിർത്തി സിനിമ കാണാൻ ഓടി, ജിങ്കാന കാണാൻ പോയി. അപ്പോൾ അതിൽ ബാക്കി കുറച്ചും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ, അതായത് അതിൻ്റെ മുന്നിൽ താഴ്ചയിലത്തെ കമൻറ്റുകൾ കുറച്ച് വായിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആട്ടോ വായിക്കാൻ പോണേ. തുളസിക്ക് പലതരം മഴ കേട്ടിട്ടുണ്ട്, ചുട്ട മഴ എന്ന് ആദ്യമായിട്ട് കേൾക്കണേ. അതും തേങ്ങ പോലുള്ള പ്രയോഗമാണോ? അതെ,
അല്ല, ചുട്ടമഴ, ചുട്ടടി കിട്ടും അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഈ ചുടുക എന്ന് പറയണ വാക്കും അതെങ്ങനെയാണ് ഈ ചുട്ടടി, ചുട്ടമഴ, അതിനെക്കുറിച്ച് ചുട്ട സംസാരം ഭയങ്കരമായിട്ട് വളരെയധികം കുറേ എന്നാണ് അതിന്റെ അർത്ഥം. തൃശ്ശൂർക്കാരുടെ ഇവിടുത്തെ പണ്ടത്തെ വർത്താനാണത്. അപ്പോൾ അതിലും തൃശ്ശൂർക്കാർ പറയണതാണ് എന്ന് പറയണതും കുറേ പേർക്ക് ഇഷ്ടമല്ല. കാരണം തൃശ്ശൂർ തന്നെ കുറേ പേരൊന്നും ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ നിങ്ങളുടെ സംസാരമാണത്. അതിന് തൃശ്ശൂർ മൊത്തമാക്കിയിട്ട് അങ്ങനെ സാമൂഹ്യവൽക്കരിക്കണ്ട, കോമൺ ആക്കണ്ട, പൊതുവാക്കി പറയണ്ട. അത് നിങ്ങളുടെ മാത്രം സംസാരമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻസ് വരാറുണ്ട്, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറയണതാണിത്. അതായത് എൻ്റെ വീടിൻ്റെ ഭാഗം കണ്ണംകുളങ്ങര ആ വശത്ത് പറയാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉല്ലൂർ വശത്തും പറയുന്നുണ്ട്. തൃശ്ശൂർ മൊത്തം പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ചുട്ടമഴ, ചുട്ടടി കിട്ടും. ചുട്ടടി എന്നാണ് കൂടുതൽ പറയുന്നത്. നല്ല ചുട്ടടി കിട്ടും. പിന്നെ എന്നിട്ട് പറയാം ടീച്ചർമാർ വരെ പറഞ്ഞതാണ് ചുട്ടടി കിട്ടും, ചുട്ടപ്പെട കിട്ടും, അങ്ങനെ പെട അങ്ങനെ പറയൂട്ടാ. പിന്നെ എനിക്കും സംസാരിക്കുമ്പോൾ നിറയെ തലതിരിഞ്ഞ തെറ്റുകൾ വരാറുണ്ട്. ഇതെങ്ങനെയാ സ്കൂളിൽ പോയി പഠിപ്പിക്കുക എന്ന് ഇവിടെയുള്ളവർ ചോദിക്കാറുണ്ട്. ചോളം കണ്ടുകൊണ്ട് TV തിന്നാം എന്നൊക്കെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകാറുണ്ട് എന്ന്. അയ്യോ, അങ്ങനെ പറയണത് മിസ്റ്റേക്കുകൾ നമ്മൾ പിന്നീട് ആലോചിച്ച് നമുക്കിങ്ങനെ കുറേ ചിരി വരും അല്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടേ. പിന്നെ സോണി ജി, എൻ്റെ അജുവേ, രമേഷ് പിഷാരടിയെ കടത്തി വെട്ടുമല്ലോ, ഇൻസ്റ്റൻ്റായി സ്റ്റോറി റെഡിയാണല്ലോ. ഇതെല്ലാം കേട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സരിതയെ നമിച്ചു. മൂന്നാർ വീഡിയോ നന്നായി, ഇഷ്ടമായി, എൻജോയ് യുവർ ടൈം ദർ. ഇൻസ്റ്റൻ്റായിട്ട് കഥ ഉണ്ടാക്കണമല്ലോ, ആ സമയത്ത് അനുഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയണല്ലേ. അല്ലാണ്ട് കഥയായിട്ട് നമ്മൾ അങ്ങനെ വായിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പിന്നെ അനുഭവങ്ങളാണ് കൂടുതൽ നമ്മൾ പറയണത്. അല്ല പിഷാരടിയും അത് തന്നെയായിരിക്കും അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ പറയണ്ടാവും. അല്ല, ചില കാര്യങ്ങളൊന്നും അനുഭവങ്ങളല്ല എന്നുകൊണ്ട് ആൾ കോമഡിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി പറയാറുണ്ട് ചില കാര്യങ്ങൾ. ഉണ്ണി കുറുപ്പ്, ഞാൻ ജപ്പാനിലാണ്, 25 വർഷമായി. നിങ്ങളുടെ ഒരു ഓൾഡ് സബ് ഇങ്ങോട്ട് വരൂ. എൻ്റെ പേര് അഞ്ജന. അത് ജപ്പാനിലത്തെ കഥ നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ പറഞ്ഞില്ലേ, ജപ്പാൻകാരുടെ അവിടെ കാണണമെന്ന് സരിത പറഞ്ഞില്ലേ അവരുടെ. ജപ്പാനിലേക്ക് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന്, ജപ്പാൻകാരെ കാണാൻ. അവിടെ ഏതാ ഫ്യൂജിയാമ, അവിടുത്തെ മറ്റേ ഒരു വോൾക്കാനോ അല്ലേ ഫ്യൂജിയാമ. അത് പക്ഷെ നിർജീവമായതാന്ന് തോന്നുന്നുണ്ട്, സജീവമല്ലല്ലോ അഗ്നിപർവ്വതം. അല്ലാന്നുണ്ട് ജപ്പാനിൽ അങ്ങനെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളൊന്നും ഇല്ല. ഉണ്ട് അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ട്. അവിടെ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന സ്ഥലമല്ലേ. അപ്പം അതുകൊണ്ടാണ് അവരോട് ജാപ്പാനീസ് ജനതയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജപ്പാനിലാണ് 25 വർഷമായി. തീർച്ചയായിട്ടും വരാനായിട്ട് വരുന്നുണ്ടെങ്കിൽ പറയാട്ടാ. നമ്മൾ ആദ്യമായിട്ട് പോണ രാജ്യം ഏതായിരിക്കും ചേട്ടാ, ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ? പോവോന്ന് തന്നെ അറിയില്ല. എന്തായാലും പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴേലും ഒരു പോകാൻ ചാൻസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുതല്ലോ അല്ലേ. SU, ഭൂമിയിലെ ഭാഗ്യവാന്മാർ, ഭൂമിയിലെ സ്വർഗം, ഏദൻ തോട്ടം, എന്ത് രസമാണ്. നിങ്ങളുടെ എല്ലാ സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് സ്നേഹം കൊണ്ട് അസൂയ വരുന്ന ജീവിതം, സൗഹൃദം മരണം വരെയും നിലനിൽക്കട്ടെ. ഈ സന്തോഷ സൗഹൃദങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതന്നെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. രാസി സ്വീറ്റ് ഹോം, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ. പഴയ പരാതി തീർന്നു എല്ലാവരുടെയും. കഴിഞ്ഞ തവണ എല്ലാം സ്പീഡിൽ ഉണ്ടാക്കിയെന്നും പറഞ്ഞു. ഇത്തവണ ജയന്തി ചേച്ചി സാവധാനം കഥ പറഞ്ഞ് ഉണ്ടാക്കി. സരിത കഥാനായകന്മാരെല്ലാം വെള്ളത്തിലാണെന്ന് പറയുമ്പോൾ ജയന്തി ചേച്ചി നന്നായി തിരുത്തി പറഞ്ഞു, പൂളിലെ വെള്ളത്തിലാണെന്ന്. എന്തായാലും നിങ്ങൾക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ, ഈ ഒത്തൊരുമ എന്നും ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് മൂന്നാറിലെ വീഡിയോയുടെ ബാക്കി കാത്തിരിക്കുകയായിരുന്നു. പാവം, ഇനി സരിതയ്ക്ക് വല്ല പനിയും പിടിച്ചോ ആവോ. ഇന്നലെ മേഘം എന്നും പറഞ്ഞ് കോട ഇറങ്ങുന്നതിൻ്റെ നെഞ്ചത്തോട്ട് പോയി കയറുമായിരുന്നു. ഇല്ല, പനിയൊന്നും വന്നില്ല. അതോ ലോകത്തിന്റെ കൂടെ അല്ലെന്ന് പറഞ്ഞിട്ടാ. അവിടെ ജയന്തിയും സരിതയും പാചകം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ കുളത്തില് അല്ല നമ്മുടെ നാടൻ സ്വിമ്മിംഗ് പൂളിൽ ചാടി തിമിർക്കായിരുന്നു. അല്ല, അത് അവിടേക്ക് സൗണ്ട് കേട്ടോടുന്നു ഇവരർമാദിക്കണം ഊളിയിടണൊക്കെ. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും അവിടെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് വീഡിയോയിലേ.
മറ്റേ വീഡിയോയിൽ 3-4 തരം സാധനങ്ങൾ എൻ്റെ അടുത്ത് ധന്യ പറയാട്ടാ, സുമതിയമ്മയുടെ മോള് ധന്യ. ആ വീഡിയോ കണ്ടിട്ട് ജയന്തി ചേച്ചി സദ്യ ഉണ്ടാക്കിയില്ലേ, ആ വീഡിയോ കണ്ടിട്ട് ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് എന്തൊരു സ്പീഡിലാണ്, ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ടേ അങ്ങനെയാണ് ഫുള്ളാ വീഡിയോ കണ്ടത്. എന്തൊരു സ്പീഡിലാണ് ചേച്ചി. സാമ്പാർ ഇത് ഇറക്കിയിട്ട് അത് കഴിഞ്ഞു, അടുത്തത് അവിയിൽ ദേ വെച്ചു, അപ്പോഴേക്കും അവിയിൽ ശരിയായിട്ട് അത് കഴിഞ്ഞു, അങ്ങനെ പറയട്ടെ എന്തൊരു സ്പീഡിലാന്ന് ചെയ്യണേ അല്ലേ ജയന്തി ചേച്ചി, ഭയങ്കര സ്പീഡിലാണ് ചെയ്യാം. അപ്പം ഇപ്രാവശ്യം അങ്ങനെ സ്പീഡൊന്നും ഇല്ലാണ്ട് സ്ലോവിലാണ് ചെയ്തത്, ഒരൈറ്റം ഉള്ളൂ. പിന്നെ ആ ഉള്ളി അങ്ങനെ തന്നെ കിടക്കണത് ആയി വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പം ആ സമയത്താണ് കഥയൊക്കെ പറഞ്ഞത്. അടുത്തത് മാധവിക്കുട്ടി എന്ന് പറയണത് നമ്മൾ പോയില്ലേ ഓർക്കിഡും ഗുരുവായൂർ പോയില്ലേ ആ ചേച്ചി. ഇന്ന് ഇത്തരം ഒത്തുകൂടൽ വിരളമായി. അജുവും സരിതയും അതിൽ ഭാഗ്യവാന്മാർ. പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു. അണുകുടുംബങ്ങളായി മാറിയെങ്കിലും എപ്പോഴും ഒത്തുകൂടലിൽ എങ്കിലും എല്ലാവരെയും ഒന്ന് കാണാം എന്നുള്ളത് ഒരാശ്വാസമാണ്. ഞങ്ങളുടെ ആ ദോലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പില്ലേ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. പുറമെ ഉള്ളവർ കുറേ പേർക്ക് അതിലേക്ക് കയറാൻ നല്ല ആഗ്രഹമുള്ളവരുണ്ട്. നമ്മളതിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിപ്പോൾ അതായത് എന്താ പറയുക, കുറേ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചില നമ്മൾ ഇങ്ങനെ കൂടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് കളിയാക്കും. ആ കളിയാക്കുമ്പോൾ അതിൽ വിഷമം വിചാരിച്ച് എന്നാലും ഒന്ന് നീ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്നെ മനസ്സിൽ വെച്ച് ഇരുന്നിരുന്ന് നമ്മളെ ചാൻസ് കിട്ടുമ്പോഴൊക്കെ കുത്തി പറയണ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ളവരൊന്നുമില്ല. അങ്ങോട്ടും നമുക്ക് എന്തും പറയാം. അത് അത്രയ്ക്കും കറകളഞ്ഞ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ അതിനെ പറയുക ചേട്ടാ, ഉപാധികളില്ലാത്ത സ്നേഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം ഓടിയെത്താം. പ്രേമേട്ട ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു വിഷമം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇവരോടിയെത്തും നമ്മുടെ അടുത്തേക്ക്. എന്ത് സഹായത്തിന് ഇവരുണ്ട്. അതുപോലെ നമുക്കൊരു കുഞ്ഞു സന്തോഷമായാലും അപ്പോഴും എല്ലാവരും എത്തും നമ്മളെ ആ സന്തോഷത്തിൽ പങ്കുചേരാം. അപ്പോൾ ആ സന്തോഷം നമ്മുടെ ഒരു 100 ഇരട്ടിയായിട്ട് കൂടും. അങ്ങനെ സന്തോഷമായാലും വിഷമമായാലും ആർക്കൊരാവശ്യം വന്നാലും ഈ ഗ്രൂപ്പിലത്തെ സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ വരണതാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വരില്ലേ, നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ആ ഫാമിലി അടക്കണ്ടേ, ആ ഫാമിലി അടക്കം എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യാൻ പാഞ്ഞെത്തും. നമ്മളിങ്ങനെ കൊണ്ടു നടക്കുക എല്ലാവരും. അതാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവാന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ് കേട്ടോ. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള ആഗ്രഹം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല. അതെ. അപ്പോൾ പ്രേമേട്ടൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു ഗോൾഡ് ഏജ് ഹോം. പ്രേമേട്ടൻ എപ്പോഴും പറയുന്നത് ഓൾഡ് ഏജ് ഹോം അല്ല ഗോൾഡ് ഏജ് ഹോം എന്നാണ് പ്രേമേട്ടൻ അതിന് പേരിട്ടിട്ടുള്ളത്. അതായത് ഞങ്ങൾക്കിനി വയസ്സാവുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ ഇതാക്കി കൊടുത്തിട്ട് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഒരു വീട്, ഒരു വലിയൊരു അടുക്കള, ഒരു ഊണുമുറി, വേറെ ബെഡ്റൂം, അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ആളെ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ച് അങ്ങോട്ട് ജീവിക്കുക. നമുക്ക് തന്നെ സ്വയം സംസാരിച്ചിട്ട് ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോ നാടകങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും നമ്മൾ പ്രായമാകുമ്പോൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുക. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ആളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണത്. ഗോൾഡ് ഏജ് ഹോം എന്നാണ് അതിൻ്റെ പേരൊക്കെ. അടുത്തത് തുളസി കെ. സാധാരണ അധോലോകം എന്ന് കേൾക്കുമ്പോൾ ഒരു കിടുങ്ങലാണ്. എന്നാൽ ഈ അധോലോകത്തിൽ എത്താൻ ആളുകൾ കൊതിക്കും. അധോലോകത്തിൽ എന്ത് മനോഹരമായ ആചാരങ്ങൾ. നിങ്ങളുടെ സന്തോഷവും കൂട്ടായ്മയും കാണുമ്പോൾ കാണുന്നവർക്കും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുന്നു. അധോലോകം വക ഒരു ടൂറും വർഷത്തിൽ സംഘടിപ്പിക്കാറുണ്ടാവും അല്ലേ? ഇത്തരം കൂട്ടായ്മകൾ അത്യാവശ്യമാണ് എല്ലാവർക്കും. നിങ്ങളെന്നും ഇങ്ങനെ തന്നെ ഇരിക്കൂ. ഞങ്ങൾക്കൊരു ഫണ്ടൊക്കെ ഉണ്ട്, ചെറിയൊരു ഫണ്ട്. ഞങ്ങൾ മാസം ഓരോ മെമ്പർ 200 രൂപ വെച്ചിട്ട്, അപ്പം ഞങ്ങൾ 2 പേരുണ്ടല്ലോ അതിൽ മെമ്പർമാർ, അപ്പം ഞങ്ങൾ 400 രൂപ ഇടും. അത് ജയന്തേച്ചിയുടെ ബാങ്കിലാണ്, അതിൽ അക്കൗണ്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിലേക്ക് എല്ലാവരും മാസം പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു ഫണ്ട് ഉണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും പെട്ടെന്നൊരു പൈസയ്ക്ക് ആവശ്യം വന്നാലും അതിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ ടൂർ പോകാൻ കഴിഞ്ഞ മുന്നിലാണ് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ടൈമിലാണ് ടൂർ പോയത് ഇവിടേക്ക് പാലക്കാട് മലമ്പുഴയാണ് പോയത്. അടുത്തത് എൻ്റെ പേര് ഷിംല, ഒരു ഹായ് തരുമോ? പിന്നെന്താ ഹായ് ഷിംല. സിംല ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനല്ലേ ഷിംല. ലൈഫ് സ്റ്റൈൽ ദീപ. നിങ്ങളൊന്ന് കാണാനുള്ള ആഗ്രഹം എന്നാണാവോ നടക്കുക? എത്ര നാളെ വീഡിയോ കാണുന്നു? വല്ലപ്പോഴും ഒരു കമന്റ് ഇടുന്നു. കാണാം നമുക്ക്. അടുത്തത് വർഗീസ്. ആ ചെടിയുടെ കാര്യം നല്ല വ്യക്തമായിട്ട് അരുൺ പറഞ്ഞല്ലോ. അത് ശോഭന ചേച്ചിയാണ് കേട്ടോ, ശോഭന വർഗീസാണ് ഈ കമന്റ് ഇടണേ. എന്നിട്ടും മനസ്സിലായില്ലേ?
പിന്നെ സരിതക്കുട്ടി അജു വിളിച്ചപ്പോൾ ആ കൂടാരത്തിൽ കയറാമായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാവം അജു ചേട്ടൻ ചമ്മിയൊന്നും ഇല്ലെങ്കിലും വീഡിയോ എടുക്കുമല്ലേ, അതൊന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ. ഞാൻ പറഞ്ഞില്ലേ സരിത ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞു. നീ പറഞ്ഞു ഇവിടെ അതിന് നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെയല്ല, അത് സാരൊന്നുമില്ല. നീ അതിന്റെ പുറത്താണ് ഞാൻ നിക്കണേ. ഞാൻ വന്നില്ല അല്ലേ ചേട്ടൻ വിളിച്ചപ്പോ. സോറി ചേച്ചിയുടെ മനസ്സിനത് വിഷമിപ്പിച്ചു. ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് മുല്ല ഷബീർ. നിങ്ങൾ ആ ജീപ്പിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഭ്രമരം സിനിമയിലെ മോഹൻലാൽ സംഘവും പോകുന്ന സീനാണ്. ജീവിതത്തിൽ മൂന്നാർ കണ്ടിട്ടില്ല, കാണണം എന്ന് മനസ്സിൽ ഓങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. ആ ആഗ്രഹത്തിന് ഏറെക്കുറെ വിരാമമായി. നിങ്ങളുടെ യാത്ര അതിമനോഹരമായി എനിക്ക് കാണിച്ചു തന്നു. ഒരുപാട് ചിരിക്കാനുമുള്ള വീഡിയോ തന്നെയായിരുന്നു ഇത്. പിന്നെ ആകെ ഒരു പേടി മനസ്സിൽ വന്ന് മനോഹരമായ ആ പൂവിൻ്റെ പേര് അജുവട്ടം വായിച്ച് ലോക ടൂറിസ്റ്റുകളെ അമ്പരിപ്പിക്കുമോ എന്നായിരുന്നു. ആ പൂവിനും ഒരു പേടി ഇല്ലാതില്ല. ആ പൂവ് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വര ഈ മനുഷ്യനങ്ങനെ എൻ്റെ പേര് വായിച്ച് വക്രീകരിച്ച് കളയുമോ? അങ്ങനെ ഉണ്ടായാൽ അതിമനോഹരമായി ഈ മലമുകളിൽ നിൽക്കുന്ന ഇന്നലെ വരെ മനോഹരമായി എനിക്കൊരു പേരിൻ്റെ പേരിൽ ചീത്തപ്പേരുണ്ടാവുമല്ലോ. അല്പം കഴിഞ്ഞു അജുവേട്ടൻ എന്തൊട്ട് പേരെങ്കിലും ആയിക്കോട്ടെ, തേങ്ങയുടെ മൂട്. ഞാൻ ഈ പൂവ് കണ്ടിട്ടുമില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമില്ല, പോരെ. ഇത് കേട്ടതും പൂവ് തുള്ളിച്ചാടി. ഭാഗ്യം, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ക്യാമറാമാന് പ്രത്യേക അഭിനന്ദനങ്ങൾ. പശ്ചാത്തല സംഗീതം ഒരു രക്ഷയുമില്ല. നമ്മുടെ വീഡിയോനേക്കാളും മനോഹരം കമന്റ്. നമ്മുടെ ഈ ഭ്രമര സിനിമ ഷൂട്ട് ചെയ്തത് അവിടെ ഈ കാന്തൽ മറ്റേ മറയൂര് അടുത്ത് വട്ടവട വശത്താണ്. ഞങ്ങൾ കഴിഞ്ഞ ഈ വലിയൊരു കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾ പോയില്ലേ, കാർഷിക പഠനത്തിനായിട്ട് പോയി. അപ്പൊ അവിടേക്ക് പോയിപ്പോ ഭ്രമരം ഷൂട്ട് ചെയ്തതിന്റെ ആ മല അത് കാണിച്ചു തന്നു. ഞങ്ങളങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്ക് പോയില്ലേ അവിടെയൊക്കെ. ശരിയാ ഓർമ്മ വരും നമുക്ക് ചില ഭാഗങ്ങൾ കാണുമ്പോ ഭ്രമരം ഷൂട്ട് ചെയ്തത്. തിരിച്ചു വരുമ്പോ ആള് കുറെ ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് ഓരോ സ്ഥലത്തൂടെ നമ്മളെ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു തണ്ടല്ലേ അതിനെ വരാമോന്ന്. ഇവിടേക്ക് വല്ല വിലക്കം വരാമെന്നൊക്കെ. പരമാവധി നമ്മുടെ മറ്റേ അരിക്കൊമ്പൻ അല്ല മറ്റേ പടയപ്പ എന്ന് പറഞ്ഞത്, പടയപ്പ ഇറങ്ങണ വഴിയൊക്കെ കാണിച്ചു തന്നു. അതിലെ പോവാണെങ്കിൽ പടയപ്പനെ കാണാൻ പറ്റുമോ എന്നുള്ള ലെവലിൽ കൂടിയിട്ട് കണ്ടില്ല, പടയപ്പനെ കണ്ടുകൂട്ടിയില്ല. അടുത്തത് ഞാനും എൻ്റെ കൊച്ചു ലോകവും. എല്ലാ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അകലങ്ങളിലായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. തേയിലകൾക്ക് വെയിൽ ആവശ്യത്തിന് മാത്രം കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇലകൾ വെട്ടി ഒതുക്കും. ഈ മരങ്ങൾ ചെറിയ ഷെയ്ഡുകൾ വരുത്തും. സൂര്യോദയം മുതൽ അസ്തം വരെ ഈ മരങ്ങളുടെ ഷെയ്ഡുകൾ മാറി മാറി വരും. നമുക്കറിയാലോ, മുഴുവനായിട്ട് സൂര്യപ്രകാശം കൊടുക്കാതെ ഇങ്ങനെ ഷെയ്ഡുകൾ വരുത്തിക്കൊണ്ടുള്ള സൂര്യപ്രകാശം ഒക്കെ നല്ലതാണ്. അതാണ് അതിന്റെ മെത്തേഡ്. യെസ്, അതാണോ നാളെ പറഞ്ഞേ ചേട്ടന് പറഞ്ഞു തന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ആ പാറമല്ലായിരുന്നു, ഞാൻ കേട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തേനെ ചേട്ടന്. അല്ല, വലിയ വലിയ സംശയങ്ങൾ, നമുക്കുള്ള സംശയങ്ങൾ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ അറിവുള്ള ഇഷ്ടം പോലെ പേരില്ലേ നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരും. ചേട്ടൻ ചില സമയത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ചേട്ടൻ അവരെ മുഖത്ത് നോക്കി തലാട്ടുണ്ടെങ്കിലും ഒന്നും തലയിൽ കയറുണ്ടാവില്ല ആളുടെ. പിന്നെ ഞാനത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവാറ് ചില കാര്യങ്ങൾ കേട്ടാ. ബിന്ദു ധർമ്മരാജ്. മൂന്നാർ കാണിച്ചു തന്നതിൽ സന്തോഷം. ഞങ്ങൾക്കും അവിടെ പോകണം. കൂടാരത്തിലേക്ക് അജുവേട്ടൻ വിളിച്ചപ്പോൾ സരിതയ്ക്കൊന്ന് പോകാൻ ഇത് വേറെ ആളാ. പോവാമായിരുന്നു. പാവ അജുവേട്ടൻ. പൂവിൻ്റെ പേര് വായിച്ചത് ഞാൻ കേട്ടു. ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഇനി വേറെ ആരെങ്കിലും കേട്ടോ ആവോ. അടിപൊളി ട്രിപ്പ് തന്നെ. അടിച്ചു പൊളിച്ചു വായോട്ടാ. ഇനി നല്ല വീഡിയോസ് പോന്നോട്ടെ. അടുത്തത് ഗീതാ കേവി. അജു എല്ലാ വാചകത്തിലും ഒരു സരിതേ എന്ന വിളിയുണ്ടല്ലോ, ഇടയ്ക്കെങ്കിലും ജഗ്ഗു എന്നുകൂടി വിളിക്കൂട്ടോ. പാവം കുട്ടി, അവന് വിഷമാവില്ലേ? അവര് വിളിക്കുന്നുണ്ട്, കേൾക്കാണ്ടാവും അല്ലേ? ജഗ്ഗു എന്ന് വിളിക്കുന്നുണ്ടാവും. അല്ല എന്തിട്ടെങ്കിലൊക്കെ ഒന്ന് കാണുമ്പോ ചേട്ടൻ സരിത ഇത് നോക്കിയേ, സരിത അത് നോക്കിയേ ഇങ്ങനെ പറയണം. അല്ല, എനിക്കെല്ലാം കാണുന്നത് ആകാംക്ഷയാണ്. ഇപ്പൊ ഇവിടെ നടന്നു പോവാണെങ്കിലും ഒരു കല്ലിനെ കണ്ടാൽ തന്നെ അതൊരു എനിക്കൊരു ആകാംക്ഷയാണ്. എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു, അതടിച്ചോട്ടെ. അടുത്തത് അൽഫോൻസ ക്രിസ്ത്യൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡാണ് വാട്ടർ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു എച്ച് ഇടണം, അതിൻ്റെ അടിയിൽ ഒരു 2, അത് കഴിഞ്ഞ് ഒരു O. അപ്പം ശരി, H2O. PS. മുൻപ് കടപ്പുറത്തിരിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ലോഡ് വെള്ളം മുന്നിൽ കിടക്കുമ്പോൾ ആണോ ദാഹിക്കുന്നു എന്ന് പറയുന്ന ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞൊരു ചങ്ങായി നമുക്കുണ്ട്. പേര് പറയുന്നില്ല, വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാം. അപ്പം ശരി കേട്ടാ. എന്തുട്ടത് എനിക്കൊന്നും മനസ്സിലായില്ലേ? ആരോ അത്യാവശ്യക്കാരെ വിളിക്കുന്നത്, വിളിച്ചുകൊണ്ടിരിക്കണം. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കോളൊന്നും എടുത്തിട്ട് തരാം. അടുത്തത് രാധാമണി EV.
ഞാൻ മൂന്നാറിൽ പോയിട്ടില്ലെങ്കിലും മൂന്നാറിൽ പോയ ഫീലാണ് എല്ലാം കാണിച്ചത്. അതിൽ സന്തോഷം. നിതിൻ അടിപൊളി ക്യാമറാമാൻ. ഇനിയിപ്പോൾ നമ്മളോട് കുറേ ട്രാവൽ വീഡിയോ ചെയ്യാൻ ചിലവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ പറയുന്നുണ്ട്. ആ എന്തുട്ടാന്നറിയോ, സ്ഥലങ്ങൾ പോയി കണ്ട പോലെ തോന്നണേന്ന് നമ്മൾ ചെയ്യുമ്പോൾ. നല്ല രസമാണെന്ന് കാണാനായിട്ട്. മറ്റുള്ളവർ അവതരിപ്പിക്കുന്ന ട്രാവൽ വീഡിയോ പോലെയല്ലാന്ന് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ട്രാവൽ വീഡിയോ ഭയങ്കരമായിട്ട് വിജയിക്കും പറഞ്ഞത്. കുളു മണാലിയൊക്കെ പോവാൻ എൻ്റെ അടുത്ത് ജയശ്രീ പറയുന്നല്ലേ, മുടി ഞാൻ സ്പാ ചെയ്യാനായിട്ടേ അവളുടെ അടുത്തേക്ക് പോയത്, ജയശ്രീയുടെ അടുത്തേക്ക്. അപ്പോൾ പറയാം. അടുത്തത് മംഗള വി. നീലക്കുറിഞ്ഞു പോകുന്ന സമയം കൂടുതൽ ഭംഗി. നിങ്ങൾ നടന്നു വരുന്നതിൻ്റെ ഇരുവശവും നീല നിറം. ചെടികൾ കാണാനില്ല, പൂക്കൾ മാത്രം. ഇനി അപ്പോൾ പോകണം എന്ന്. 2030 പോവാം. അത് നീലക്കുറിഞ്ഞു പൂക്ക ആ സമയത്ത് പരിശ്രമിക്കാം നമുക്ക്. അതെ, തിരക്കായിരിക്കും. അടുത്തത് അയ്യോ എന്താ പല്ല് വേനെടുക്കണ്. അടുത്ത് ABC. നിങ്ങളുടെ ഈ വീഡിയോയിലെ ബസ് യാത്രയിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് എന്ന സിനിമയിലെ മ്യൂസിക് ഇട്ടത് വളരെ മനോഹരമായിരുന്നു. വല്ലാത്തൊരു ഫീലിങ്സിലേക്ക് കൊണ്ടെത്തിച്ചു. ശരിയാ, ആ മ്യൂസിക് കുറേ നാളെ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ അതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാറ്റി. ദീപക്കിനാണ് അതിന് നന്ദി പറയേണ്ടത്. അത് നേരെ ഡയറക്റ്റായിട്ട് അതെടുത്തിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ കോപ്പിറൈറ്റ് വരാത്ത വിധത്തിൽ അവനതിനെ കമ്പോസ് ചെയ്ത് വേറെ ടൈപ്പാക്കി തന്നു. വല്ലാത്തൊരു ഫീലിങ്സിലേക്ക് കൊണ്ടെത്തിച്ചു. ആട്ടിൻകാട്ടത്തെപ്പറ്റി അജു ഓപ്പണായി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം സരിത അജുവിനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നി. അത് ചേട്ടൻ്റെ തോന്നൽ മാത്രമാണ്, ഒരിക്കലുമില്ല. അത് ചിരിച്ചോണ്ടല്ലോ ഞാൻ പറയണത്, ജഗുവാടാ നമുക്കിനി വേറെ നടക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തൊട്ടേക്ക് ഈ പറയണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറയുന്നൊരു നാട്ടുഭാഷയാണ് സാധാരണ പറഞ്ഞത്. ആടിന്റെയും നമ്മുടെ നാട്ടിലത്തെ ആടിന്റെയും കാട്ടം ഒരേപോലെയാണെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഒരിക്കലേ അവോയ്ഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ചില സമയങ്ങളിൽ ആ വീഡിയോ കാണുമ്പോൾ എൻ്റെ മുഖാകെ ഡള്ളായിട്ടിരിക്കുന്നത്. അത് എന്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തൊന്നും കഴിച്ചിട്ട് ഞാനൊരു ഇഡ്ഡലി ആ വീഡിയോയിൽ കാണും, ഒരു ഇഡ്ഡലി ആ സമയത്ത് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇഡ്ഡലി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല വെള്ളം ദാഹവും. വെള്ളം കൊണ്ടുപോയി ഞാൻ വയ്യാണ്ടായി കഴിഞ്ഞാൽ വേഗം എൻ്റെ മുഖത്ത് മനസ്സിലാവും. അത് എനിക്കതിനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വയ്യാണ്ടായാൽ മാത്രമല്ല, പുറക്കം വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യം വേറെ എന്ത് സംഭവം ആയിക്കോട്ടെ അതെൻ്റെ മുഖത്ത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും. പിന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നി. അത് ഒഴിവാക്കാമായിരുന്നു. എന്ത് അവോയ്ഡ് ചെയ്തതാണോ? ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ തോന്നി എന്ന് പറയുന്നുണ്ടല്ലോ. യെസ്, ആ തോന്നൽ മാത്രമാണ്. അത് ശരിക്കും അങ്ങനെ ഇല്ല കേട്ടാ. അജുവിൻ്റെ ബിഹേവിയർ ഒരു നാട്ടിൻപുറത്തുകാരൻ നിഷ്കളങ്കതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. അതാണ് സരിതയെ നോളജബിൾ പേഴ്സൺ ആക്കുന്നതും. അജു ഇതാണ് പറയുന്നത്, ചുമ്മാ കളിച്ചു അജു അഞ്ചേട്ടനോട് പറയാണ്, ഇതാണ് പറയണത്, ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കാതെ യാത്രകളിലൂടെ നോളജ് ഗെയിൻ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ സ്വന്തം ഭാര്യ പോലും ചില സമയങ്ങളിൽ നമ്മളെ അവോയ്ഡ് ചെയ്ത് കളയും. അവരെ കുറ്റം പറയാനും പറ്റില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സരിത നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും പോലും തോന്നിയിട്ടില്ല. പിന്നെന്തിനാണ് എനിക്കറിയാത്തതാണോ ചേട്ടനെ? 22 കൊല്ലായില്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചേട്ടന് ചെയ്യണതും അല്ലാതെ നമുക്ക് അറിഞ്ഞൂടെ? അതായത് എനിക്കിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഗൂഗിളിൽ അല്ലെങ്കിൽ വല്ലവരോടൊക്കെ ചോദിക്കാം. പ്രത്യേകിച്ച് എന്തൊക്കെയാണുള്ള അതിൻ്റെ അറിവുകൾ കുറച്ചൊക്കെ നമ്മൾ സ്വായത്തമാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിലപ്പോൾ അതൊക്കെ മറന്നു പോയിട്ട് ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിലേക്ക് പോകും. പക്ഷേ അതിൽ പറയുന്ന തെറ്റ് വന്നാലും നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ, നമുക്കത് കൃത്യമായിട്ട് അത് ഇന്നതാണെന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കമൻറ്റിലൂടെ വരുന്നുണ്ടല്ലോ. അത് കിട്ടണ്ടല്ലോ, അത് മതി. ഇപ്പൊ നമ്മളെല്ലാം തികഞ്ഞവരല്ലല്ലോ. അതല്ല, നമുക്കിങ്ങനെ പലർക്കും ഒരു ഒരേ സാധനം തന്നെ കാണുമ്പോൾ പല ആളുകളും പലതരത്തിലാണല്ലോ വിലയിരുത്തുക. നമ്മുടെ എല്ലാവരുടെ ടേസ്റ്റ് സ്റ്റൈലും നമ്മൾ ചിന്തിക്കുന്ന രീതികളും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സിനിമ കുറെ പേർക്ക് ഇഷ്ടപ്പെടും. ഈ കാക്കം തുട്ടുന്നത് അപ്പോ ഞാൻ വിളിച്ചുട്ടാ ജഗു ജഗു തിപ്പനകത്തേക്ക് പോയി കയറി പോയി പോയി അറ്റത്തി പോയിട്ടോ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതന്നെ. അപ്പോൾ ചിലവർക്ക് ഇത് കാണുമ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്ത പോലെ തോന്നുന്നുണ്ടാവാം. അപ്പം അത് വേറെ കുറേ പേർക്ക് ഒന്നും തോന്നിയിട്ടില്ല. അത് സാധാരണ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വർത്താനം പറയുന്ന പോലത്തെ ഒരു സാധാരണ സംഭവം പോലെയാണ് ആളുകൾക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ചിലർക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഞാൻ എന്നിട്ട് ഇത് ഈ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ എപ്പോൾ അവോയ്ഡ് ചെയ്തു? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചില കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾ പോയിട്ട് അതൊന്നുകൂടി കണ്ടു നോക്കും. ശരി, അപ്പം ഞാൻ ശരിയാണ് അല്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ തെറ്റ് തിരുത്താനായിട്ട് മിടിക്കുകയാണ് സരിത. തെറ്റ് തിരുത്താനല്ല, തെറ്റ് സമ്മതിക്കാൻ. നമ്മൾ തെറ്റാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സമ്മതിച്ചു തരും. ചിലർ അങ്ങനെ ചെയ്യില്ല, വാശി പിടിച്ചാണ്ട് നിൽക്കും. ഞാൻ പിടിച്ച അങ്ങനെ
അതില് സരിത ഒന്നാം സ്ഥാനത്താട്ടാ. തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കും. എനിക്ക് തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നണം കേട്ടാ. തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് സോറി പറയാനൊന്നും ഒരു മടിയുമില്ല. അത് ശരി തന്നെയാ. ഷോ ചേട്ടൻ എന്നെ പൊക്കി പറഞ്ഞു. പൊക്കി പറയണതല്ലത്, അടുത്തത് സാധാരണ ഞാൻ ഉള്ള കാര്യമില്ല പറയണത്. ഗൾഫ് കോൺ. ഹലോ അജു ചേട്ടാ, സരിത, ജഗു, മൂന്നാർ ട്രിപ്പ് അടിപൊളി. സരിതയുടെ പലതിനോടുമുള്ള എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി സരിത ആണെന്ന് തോന്നും. അജു ചേട്ടാ, തേയിലത്തോട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിരയൊത്ത് നിർത്തിയിരിക്കുന്ന ആ മരങ്ങൾ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. കാരണം ആ മരങ്ങളുടെ വേരുകൾ തേയിലയുടെ വേരുകളേക്കാൾ കൂടുതൽ ആഴത്തിലും പരപ്പിലും ഉണ്ടാകുന്നതുകൊണ്ട് ജലം സംഭരിച്ച് വെക്കാനും മണ്ണൊലിപ്പ് തടയാനും സഹായിക്കും. അതുപോലെ തന്നെ തേയിലച്ചെടികളുടെ പുറത്ത് വീഴുന്ന വെയിലിനെ നിയന്ത്രിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ തേയിലച്ചെടികളുടെ പുറത്ത് വീഴുന്ന അത് പറഞ്ഞു. നമ്മുടെ വരയാടുകൾ നീലഗിരി മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇനമാണ്. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗം കൂടിയാണ്. വംശനാശം നേരിടുന്ന ഒരു ഇനം കൂടി ആയതുകൊണ്ട് അതിനെ പ്രത്യേകം സംരക്ഷിക്കുന്നു. ലോകത്ത് തന്നെ ഇതിനെ കാണാൻ കഴിയുന്നത് നീലഗിരി മലനിരകളിൽ മാത്രമാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 2500 എണ്ണം മാത്രമേ ഉള്ളൂ അവിടെ. വരയാടുകൾക്ക് ഈ പേര് ലഭിച്ചത് തമിഴിൽ നിന്നാണ്. തമിഴിൽ വരൈ എന്നാൽ പാറ എന്ന് അർത്ഥമാകുന്നതിനാൽ പാറമുകളിൽ താമസിക്കുന്ന ആട് എന്നർത്ഥം വരുന്നതാണ് ഈ പേര്. ലോക്കലി കാട്ടാട് എന്നും വിളിക്കാറുണ്ട്. പാറ മുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു തരം പായലുണ്ട്. അതാണ് പാറകളുടെ നിറം കറുപ്പാക്കുന്നത്. ആ പായലാണ് അവറ്റകൾ നക്കി തിന്നുന്നത്. ഈ ഒരു കമന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നേക്കണേ നോക്കി ഈശ്വര. എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്തോരം അറിവുള്ള മനുഷ്യരാണ് നമ്മുടെ വീഡിയോ കാണണല്ലേ. അപ്പൊ നമുക്ക് എന്തോരം കാര്യങ്ങൾ നമ്മളതിൽ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇതൊക്കെ എഴുതിയത്. അതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നില്ല. ചേട്ടൻ പറഞ്ഞു അതിന്റെ കൊമ്പും ഒരു വരയുണ്ട്, അതുകൊണ്ടാണ് വരയാടുന്ന് പേര് വന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വന്നത്. അത് വംശനാശ ഭീഷണി നേരിടുന്നതാണ്, അതിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഇരവികുളം നാഷണൽ പാർക്ക് വരയാടിനെ സംരക്ഷിക്കാനുള്ളതാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ, നമുക്കറിയാം. ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങോട്ട് പോകണം, കാണണം. നല്ല ഇതാണ്, അങ്ങനത്തെ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ക്ഷീണം സംഭവിക്കില്ല. വെള്ളം കൊണ്ടുപോയല്ലോ കുടിക്കാനുള്ള. അവിടെ വെള്ളം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ കയ്യില് പിടിക്കാൻ നല്ലത്. അടുത്തത് വീണ ഹർഷൻ. അജുവേട്ടാ, നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ കൊള്ളൂല, പറ്റിയ സൂപ്പർ. എന്തുട്ടാന്ന് വായിച്ച് ആ ചെടിക്ക് പുതിയ പേരിടൂ. സൂപ്പർ വീഡിയോ. പേര് അതാണ്. അതായത് നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ കൊള്ളില്ല. മനസ്സിലായ? അവസരവാദിയാന്ന് ചേട്ടൻ. നമ്മൾക്ക് കാണാൻ പറ്റണ സാധനമാണെങ്കിൽ അത് അടിപൊളി, നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് പൊട്ട സാധനമാണ്, കൊള്ളില്ല. അതാന്ന് തോന്നുന്നു ഉദ്ദേശിച്ചേക്കണേ. അടുത്തത് സോണിജി. അജു, ട്രസ്പാസിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഡോൺ വെറി അജു. ആ അണ്ണന് കൈ കൊടുത്തത് സോൾവ് ആക്കി. ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ കിടക്കുക. അത് യെസ്. സരിത സ്വല്പം ഡൗൺ ആയിരുന്നു. ടീ എസ്റ്റേറ്റിലൂടെയുള്ള നടത്തത്തിൽ ഒരു ഇഡലി മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അതായിരിക്കാം. കറക്റ്റ്. കണ്ട എത്രക്ക് ഒബ്സർവേഷൻ ഭയങ്കരമാണ് ആളുകൾക്ക്. നൈസ് പ്ലേസ് ആൻഡ് ഗുഡ് വീഡിയോ. അത് തന്നെയാണ്. ആ കയറ്റേ ചില്ലറ എന്നല്ല, എന്തോരം വഴിയാന്നറിയും നടക്കാൻ, അതും കയറ്റം 1 കിലോമീറ്റർ. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ വണ്ടിയിൽ പോയാൽ മതിയായിരുന്നു. മറ്റേ വണ്ടിയിൽ ഇത്തിരി കാശ് കൂടുതൽ അതിൽ പോയിരുന്നു. അതിൽ പോയി. അതിനാണ് ചേട്ടാ സ്വിഗ്ഗിന്ന്. ഈ നടക്കണ സുഖം കിട്ടില്ല. അതാണ്. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. നാട്ടാട് ഇടുന്നത് ആട്ടിൻകാഷ്ടം, വരയാട് ഇടുന്നത് ആട്ടിൻകാഷ്ടം പോലെയുള്ള മണികൾ. കാട്ടാടിന് വരയാട് എന്ന പേര് തമിഴിൻ്റെ സംഭാവനയാണ്. പാറ എന്ന വരൈ എന്ന തമിഴ് പദത്തിൻ്റെ അർത്ഥം. പർവ്വതനിരകളിലെ പുൽമേടുകൾ, മേച്ചിൻപുറവും പാറക്കെട്ടുകളുടെ ഇടുക്കുകളും ഗുഹകളും വാസസ്ഥലമാക്കുന്ന വരയാടുകൾ അങ്ങനെ മലയാളികൾക്ക് വരയാടുകളായി. വരയ്യാടുകൾ എന്ന് തമിഴ്നാട്ടിൽ പറയാം. വര ഉള്ളത് കൊണ്ടല്ല വരയാട് എന്ന പേര് വന്നത്. അടുത്തത് എന്തെങ്കിലും പറയണ്ടോ? അടുത്തത് റീന ദാസ് ഹരിദാസ്. ഏത് സമയവും എന്തിനാണ് സരിതയെ അജുവിനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്? കഷ്ടം. ചേട്ടൻ ചൊറിയാൻ പറയുമ്പോ ഞാൻ ചൊറിയാറുണ്ട്, പുറം മാന്തി തരാൻ പറയുമ്പോ ഞാൻ മാന്തി കൊടുക്കാറുണ്ട്. അതായത് എന്താ പറയാ, ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും വരെ ഞാൻ പോവാം. പുറം ചൊറിയാൻ നീ ഉണ്ടെങ്കിലും ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ വരെയില്ല. അങ്ങനത്തെ ചൊറിച്ചിലാണ്. അതാണ്
നീ എന്നെ എപ്പോഴും അരോചകമായിട്ട് ഇങ്ങനെ ഇത് ഇല്ലില്ല, ആ വീഡിയോയിൽ ഇല്ലില്ല. എനിക്കറിയില്ല. നമ്മള് വളരെ നോർമലായിട്ട് സംസാരിച്ചു പോകുന്ന പലതും ആളുകൾക്ക് ഞാൻ ചൊറിയണ പോലെ തോന്നുന്നുണ്ടാവുക. ശരി. സന്ധ്യ ബിജു, എല്ലാവരും കൂടി നല്ല രസമായിരുന്നല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുന്നത് സ്നേഹബന്ധം നിലനിന്നു പോകാൻ നല്ലതാണ്. കൃഷ്ണയുടെ ഹസ്ബൻഡ് വണ്ണം വെച്ചു, പ്രയാഗമ്പോൾ നന്നായി ഡാൻസ് ചെയ്തു, ചുന്ദരി വാവ. അവിടെ ഒന്ന് പൂളിലൊക്കെ ഇറങ്ങാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. ചായ കുടിച്ചപ്പോൾ ഇട്ട BGM സൂപ്പറായിരുന്നു. മൂന്നാർ വീഡിയോയിൽ ബസ്സിൽ പോകുമ്പോൾ ആ BGM ആയിരുന്നു. എന്താ ഫീൽ ആയിരുന്നു അത് കേൾക്കാൻ. ആരാണ് എഡിറ്റിംഗ്? ആ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ട് സീൻ ചെയ്തില്ല, അതാണ് വീണ്ടും ചോദിച്ചത്. അതേതാണെന്നറിയോ? ടിങ് 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 ടിങ്, അതല്ലേ? അത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലത്തെ BGM ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള BGM, നമ്മുടെ ജോൺസൺ മാഷ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ദീപക്കാണ്. അതാണ് നമ്മൾ അവിടെ ചായ കുടിക്കായിരുന്നപ്പോഴും കടിയൊന്നും കഴിച്ചില്ല. ആ വീഡിയോയിലില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പവും വെളിച്ചെണ്ണപ്പവും പിന്നെ എന്തുട്ടായിരുന്നു, കട്ട്ലേറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടാണ്. അത് ചായ കുടിക്കണ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പം ചേട്ടനും ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കുണ്ടായിരുന്നു. എന്നിട്ട് ആ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് ഉള്ളൂ. അത്ര സമയം. കാരണം ഇതിനുണ്ടായിരുന്നില്ലേ. അപ്പം ചേട്ടനും ഞങ്ങളുടെ കൂടെ നമ്മളത് ആസ്വദിക്കല്ലേ. വീഡിയോ എടുക്കണേലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയാകുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്തിൽ വന്നേനെ. ഇപ്പൊ ഞാനിപ്പോ ഫ്രീ ആയിട്ടാണെങ്കിൽ കണ്ടമാനം തമാശ ചേട്ടാ അത് പറയും ചെയ്തു. ആ വീഡിയോ എടുക്കലും ആ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഷൂട്ട് ചെയ്തു. നിതിനാണ് ഇത് എടുത്തതെന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ എന്തൊരു രസമാവേണ്ടതാ. കാരണം ചേട്ടൻ വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒന്നും ശ്രദ്ധിക്കണ്ട, അവൻ വീഡിയോ എടുത്തോളും. നിതിൻ്റെ അടുത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചേട്ടനും കൂടി വീഡിയോയിൽ വന്നേനെ കുറേയും കൂടി. കാരണം 4-5 കിലോ അങ്ങോട്ട് പോർക്ക് അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ധന്യ വരുമ്പോൾ. പിന്നെ ഞങ്ങളത് എല്ലാവരും കൂടി വെച്ചത് അതൊന്നുമില്ല വീഡിയോയില്. എല്ലാവരും അതിലേക്കുള്ള സാധനങ്ങൾ ശരിയാക്കലും ചേട്ടനാണ്. ഒക്കെ പാചകം ചെയ്ത് ചേട്ടനാണ്. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ കൊടുത്തു. അപ്പം അങ്ങനെ ഇരിക്കണതും ഞങ്ങൾ വർത്തമാനം പറയണതും കുറേ തമാശകളും കുറേ കാര്യങ്ങൾ അതിൽ പോയി. അപ്പോൾ ചേട്ടൻ ഈ പാചകം ചെയ്യാനും ഇതിൽ നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. പാചകം ചെയ്യാനും ഇടയ്ക്ക് ഷൂട്ട് ചെയ്യും വേണം, ഒരു വർത്തമാനം പറയണതൊക്കെ. അപ്പം അങ്ങനെ പോയി. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളതിൽ നമ്മുടെ ജീവിതം തന്നെയല്ലേ നമ്മൾ കാണിക്കണേ. ചിലത് നമ്മൾ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി അല്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടോ ഇതൊരു വ്ളോഗ് ആക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല അവരെല്ലാവരും നമ്മൾ അന്ന് വിളിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവർ ജഗ്ഗുവിൻ്റെ പേരിടലിന് വന്നിട്ടുള്ളതാണ്. 10-15 കൊല്ലത്തിന് ശേഷമാണ് അവർ വരുന്നത്. ഇപ്പോഴും വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോകളൊക്കെ അവർ കണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും വരുത്തിയ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടേ അവർക്ക് നേരിട്ട് വന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഞാൻ വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ ഈസ്റ്ററിൻ്റെ അന്ന് നമ്മളിവിടെ കൂടിയതുമാണ്. അപ്പോൾ കൂടണ സ്ഥിതിക്ക് എല്ലാവരും കൂടി വരുന്ന സ്ഥിതിക്ക് അതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ ക്ലിപ്പ് എടുത്തു. അടുത്ത് അനുരഞ്ജ് അനു, വളരെ സന്തോഷം, വീഡിയോ നന്നായി. കേശവൻ മാമനെയും പള്ളിപ്പുറത്തെ മാമനെയും വിഷു വീഡിയോയിൽ ഒരുമിച്ച് കാണിച്ചപ്പോഴേ ശ്രദ്ധിച്ചു അവരുടെ കൂട്ട്. ശരിയാ, ഒരു അമ്മ പെറ്റാളിയന്മാരെ പോലെ അല്ലേ. കേശവമാമൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അജുചേട്ടൻ പറഞ്ഞ ഡയലോഗ് അച്ഛൻ ചെരിഞ്ഞു. ഇത് കേട്ടതും കേശവമാമൻ്റെ ആ കിടപ്പ് കണ്ടതും കൂടി ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അടുത്തത് സന്തോഷ് ഗോപി, ഇന്നത്തെ വീഡിയോ എല്ലാവരും കൂടി എന്ത് സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കിട്ടിയിരുന്ന ആ സന്തോഷം ഈ വീഡിയോയിലൂടെ കിട്ടി. സത്യം പറയാൻ സന്തോഷത്തോടൊപ്പം കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. ശരിക്കേ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു നമ്മുടെ വീട്ടിൽ. അത് കാലത്തോട്ടിട്ട് ഇവർ വരുന്നോട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും അങ്ങോട്ട് ശൂന്യമായി, ഭയങ്കര ബഹളം ഉണ്ടായിട്ടേ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ തറവാട് വീടായിരുന്നു, കണ്ണംകുളങ്ങരത്തെ വീട്. അച്ഛനാണ് താഴെയുള്ളമ്മ. 4 ആണും 4 പെണ്ണാണ് അവിടെ മക്കൾ. അതിലേറ്റവും താഴെയാണ് അച്ഛനായിരുന്നു തറവാട്ടിലുണ്ടായിരുന്ന കണ്ണംകുളങ്ങരത്തെ വീട്. അപ്പോൾ അച്ഛനമ്മാമിയും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനമ്മാമി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ബന്ധുക്കളും അങ്ങടെ വരാം. ഈ പറഞ്ഞ പോലെ എല്ലാ ആഘോഷങ്ങൾക്കും കുറുക്കഞ്ചേരി പൂരം, തൃശ്ശൂർ പൂരം, ഓണം, വിഷു, ഇതിനൊക്കെ എല്ലാ അമ്മായിമാരെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഒത്തുകൂടും. അതിപ്പോൾ അച്ഛനമ്മാമി മരിച്ചാലും ആ ഒത്തുകൂടലിന് ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും എല്ലാവരും കൂടും. അപ്പം എല്ലാവർക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛന് പെങ്ങന്മാരോടുള്ള സ്നേഹം അതുപോലെയാണ്. അതിൽ കണ്ടല്ലോ അമ്മായിനെ വല്യമ്മായിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അച്ഛൻ ഞങ്ങളെ വന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കഴിഞ്ഞിട്ടേ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കല്യാണത്തിന് മുന്നിട്ടാ
കല്യാണത്തിന് മുന്നത്തെ കാര്യം ഞാൻ പറയണേ. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. 2 ദിവസത്തേക്ക് ഒന്നിനൊരു ഉഷാറും ഉണ്ടാവില്ല എനിക്ക്. എല്ലാ മക്കൾ അവരൊക്കെ ഉണ്ടായിട്ട് ധന്യമ്പിളി സംഗീത എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അതേ പ്രായക്കാരല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലും തീരില്ല. അവർ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും പറയും ഇവിടെ വേദന എടുത്തിട്ട് പാടില്ലാന്ന്. ചിരിച്ച് ഇവിടെയൊക്കെ കളച്ചട്ടെ വേദന എടുത്തിട്ട് പാടില്ല. അയ്യോ ഇനിയിപ്പോൾ ഇന്ന് കുറേ ചിരിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാവാൻ പോണേ, എന്തോരം കരയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പം ഞാൻ പറയാം അതൊക്കെ വെറുതെ പറയാം. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായി ചിരിക്കുക, സന്തോഷിക്കുക. അല്ലാണ്ട് അയ്യോ ഇനി കുറേ കരയാനുണ്ടാവും വിചാരിച്ചിട്ട് ചിരിക്കാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം കണ്ണംകുളങ്ങരയ്ക്കാണ് അവർ ഈസ്റ്ററിൻ്റെ അന്ന് എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാം, ഇവിടെ വീടും കണ്ടിട്ടില്ലല്ലോ, അപ്പം ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടാക്കി മാറ്റിയത്. ചാർലിക്കുട്ടൻ ഒരുത്തൻ ദേ എപ്പോൾ കിടന്ന് ഉറങ്ങണതാ അതൊന്ന്. അംബിക മേനോൻ, ഹാപ്പി ടു സീ സരിതാസ് ഫാമിലി, ഓൾ ഓഫ് ദം ആർ സോ നൈസ് ആൻഡ് ഫ്രണ്ട്ലി. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ ഇൻ സ്ലോ മോഷൻ വാസ് അമേസിങ്. ഓഫ് കോഴ്സ് ടുഡേസ് ഹീറോ സരിതാസ് ഡാഡ് ഈസ് ആൻ എൻ്റർടൈനർ. അയ്യോ ലവ് ഹിസ് ആറ്റിറ്റ്യൂഡ്. തുന്ദുരൂസ് ഡോട്ടർ ക്യാൻ ഡാൻസ് സോ വെൽ. ഈസ് ഷീ ലേണിംഗ് ഹെർസെൽഫ് ഓർ ഗോയിങ് ഫോർ ഡാൻസ് ലെസൺസ്? പേടിച്ചു ചാർലി, പേടിച്ചു. ദേ കസേരയുടെ അടിയിലേക്ക് വന്നു, നോക്കി കസേരയുടെ അടിയിലേക്ക് വന്നു. അങ്ങനെ തുന്തുരുൻ്റെ ഉണ്ണി പഠിക്കുന്നുണ്ട്. ചക്കരയും അവളും കൂടി ഒരുമിച്ചാണ് പോണേ ഡാൻസ് പഠിക്കാൻ. അടുത്തത് റിയാസ്. എല്ലാവരും നീന്തൽക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കേശവേട്ടൻ കല്യാണരാമനിലെ ഇന്നസെൻറ്റിനെ പോലെ പറഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഇനി പെണ്ണിൻ്റെ വീട്ടുകാരുടെ വകയായിട്ട് കുറച്ച് കലാപ്രകടനങ്ങൾ ഞാനിവിടെ കാണിക്കുകയാണ്. എന്നിട്ട് തല കുത്തനെയും പിന്നോട്ടേക്കും എല്ലാം കൂടി 2-3 ചാട്ടം. ഇത് കണ്ട് കൂടെ നിന്നവരല്ലോ ഹോ എൻ്റെ മാമ അടിപൊളി. സരിത വർത്തമാനത്തിനിടയ്ക്ക് പറഞ്ഞു. അച്ഛനും മാമനും കൂടി കൂടാരത്തിൽ എന്തോ കൂലംകഷമായ ചർച്ചയിലാണ്. അപ്പോൾ കൂടാരത്തിൽ കേശവേട്ടൻ മാമനോട്, കഴിഞ്ഞ വിഷുവിന് വന്നപ്പോൾ എനിക്ക് 2 പെഗേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളാണ് കുടിച്ചത്, ഇന്നത് പറ്റില്ല. അപ്പം മാമൻ, അതെന്ത് വർത്താനാളിയാ ഈ പറയുന്നത്, എനിക്കല്ലേ കുറച്ച് കിട്ടിയത്, ഇന്ന് അങ്ങനെയാണെങ്കിൽ അളിയനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ, ഇടിച്ച് കൂമ്പിടിച്ച് പാട്ടും. അത് കേട്ടപ്പോൾ കേശവേട്ടൻ, ശരി അളിയ, ഇതാണ് നടന്ന ചർച്ച. അത് ഓരോരുത്തരും ഭാവനകളല്ലേ, എന്ത് രസമായിട്ട്. അപ്പോൾ ഓരോ സിനിമയായിട്ട് ബന്ധപ്പെട്ട കല്യാണരാമനിലത്തെ ആ ഭാഗം. അതെ ശരിയാണ് കേട്ടാ. ഇനി പെണ്ണിന്റെ വീട്ടുകാരുടെ കലാപ്രകടനങ്ങളാണ് എല്ലാവരും. ഞങ്ങളൊക്കെ ഒരു മുക്കിലേക്ക് മാറി, അയ്യോ അച്ഛൻ ചാടാൻ പോവാ, എവിടേക്കാ ചാടാ, എന്തിട്ട് കലക്കി മറിയാ, ഒന്നും പറയാൻ പറ്റില്ല അച്ഛൻ്റെ കാര്യം. അങ്ങനെ അത് അങ്ങനെ കേട്ടാ. പത്മിനി വെട്ടത്ത്, excellent video, mind blowing happiness while watching Aju and Sarada. You are great. God blessings to your family. Sarada, you are amazing. You host everyone in same length, rich or poor people. We happy to see the lovingness in your family reunion. Truly said, Jaggu is a very handsome and caring boy. Love is caring. That he gets abundance. I love Jaggu very much. Parents are his friend. Adorable family. Here I appreciate Mr. Aju for support to Sarida for everything and anything. You people's intelligence and creativeness too are brilliant. You 3 very very much. Sorry, can't write in Malayalam. മനസ്സിലായില്ലേ ചേട്ടനൊക്കെ വളരെ സന്തോഷം. റെജി ബാബു, സുരേഷ് ബാബു, നിങ്ങളുടെ ഫാമിലി വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഹൃദയം നിറഞ്ഞ വീഡിയോ. ഈ ഐക്യവും സന്തോഷവും ഇന്നും നിലനിൽക്കട്ടെ. സരിതയുടെ അച്ഛൻ പൊളി, ഇപ്പോൾ സ്റ്റാർ അച്ഛനാണ്. കൃഷ്ണമോളെയും ഹസ്ബൻഡിനെയും വീണ്ടും കണ്ടതിൽ സന്തോഷം. ധന്യയുടെ സോങ് സൂപ്പർ. ഇപ്പം എല്ലാവർക്കും അജു ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതിയല്ലോ, വേറെ വിനോദസഞ്ചാരത്തിന് പോകണ്ട, കാരണം ഇപ്പോൾ ഫുൾ പാക്കേജ് അവിടെ തന്നെ ഉണ്ടല്ലോ. കറക്റ്റാ. അടിപൊളി. പ്രമീള ഗോപാലകൃഷ്ണൻ, എന്നും കാണാറുണ്ട്, കമൻറ്റ് ചെയ്യാറില്ല എന്ന് മാത്രം. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയരുത്. നിങ്ങളുടെ സോഫ എവിടെ നിന്നാണ് വാങ്ങിയത്, എത്രയായി എന്നും ചോദിക്കണം എന്ന് കരുതും. മ്യൂബൽ ആലുവ. അവർക്ക് വേറെ പല സ്ഥലത്തും ഷോപ്പ്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, മ്യൂബൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് വേൾഡ് എന്നിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. നമ്മളത് വാങ്ങിക്കണതും നമ്മൾ നോക്കണതും എല്ലാതും അതിലുണ്ട്. അടുത്ത് ഇന്ദിര കെയർ. സരിതയുടെ അച്ഛൻ്റെ അഭ്യാസമുറ കണ്ടിട്ട് പേടിയായി. എന്തായാലും എല്ലാവരും കൂടി അടിപൊളി. ജീവിതത്തിൻ്റെ ഓർമ്മച്ചെപ്പിൽ നിധി പോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ല കുറേ ഓർമ്മകൾ നന്നായിരിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ ഈ യൂട്യൂബിലുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണണം തോന്നുമ്പോൾ എടുത്ത് കാണുകയും ചെയ്യാം. അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതുപോലെ തന്നെ ആളെ എഴുതിയിട്ടുണ്ട്, ധന്യയുടെ പാട്ട് സൂപ്പർ. അച്ഛൻ ക്യാമറ ഓൺ ആണ് എന്നറിയാതെ അമ്മയോട് ദേഷ്യപ്പെടുന്നു, പിന്നീട് പെട്ടെന്ന് ജാളിതയോടെ അകത്തേക്ക് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എന്ത് രസമായി ഈ കൂടുതൽ കാണാൻ തന്നെ. പക്ഷെ ആസ്വദിച്ച് വന്നപ്പോഴേക്കും ഓരോരുത്തരായി യാത്ര പറഞ്ഞു തുടങ്ങി. അത് കണ്ടപ്പോൾ സങ്കടമായി, പെട്ടെന്ന് തീർന്നത് പോലെയായി. ശരിയാ.
അടുത്തത് മുല്ല ഷബീർ. ചില സിനിമകളുണ്ട്, ആദ്യ പകുതി നമ്മളെ നന്നായി ചിരിപ്പിക്കും, രണ്ടാം പകുതിയിൽ നമ്മളെ ചിരിയുടെ രസച്ചരട് പൊട്ടിച്ച് സങ്കടത്തിലേക്ക് തള്ളിവിടും. ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങളുടെ യാത്ര ചോദിക്കലിലൂടെ. അതേ ഒരു ഫീലാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലും ഉണ്ടായത്. എല്ലാ ചേച്ചിമാരും അമ്മായും മാമനും അച്ഛനും അമ്മയൊക്കെ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ആ രംഗം എനിക്ക് കണ്ണ് നിറഞ്ഞൊഴുകിയത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. അത്രയേറെ അവരെല്ലാം മനസ്സിൽ പതിഞ്ഞു. അച്ഛൻ്റെ വെള്ളത്തിലേക്കുള്ള ചാട്ടം, പറയാൻ വാക്കുകളില്ല. ആ ഒരു സീൻ തന്നെ 20 പ്രാവശ്യം ഞാൻ കണ്ടു. വീഡിയോയ്ക്ക് കുറച്ചുകൂടി ലെങ്ത് കൂട്ടാമായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞ പോലെ. ഇനി ഓണത്തിന് എല്ലാവരോടും വരാൻ പറയൂട്ടോ. പിന്നെ ചേച്ചിയുടെ പാട്ട് ഇയർഫോണും കാതിൽ വെച്ച് കണ്ണടച്ച് കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണ്. ഹരം പിടിച്ച് വന്നപ്പോഴേക്കും നിർത്തിക്കളഞ്ഞു. ആ വലിയ കൊച്ചു ഗായികയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും 1000 അഭിനന്ദനങ്ങൾ. എഴുതി കൂട്ടണ്ടല്ലേ വീഡിയോ എത്രമാത്രം. അപ്പം അത് കണ്ടിരുന്നവർക്ക് എത്രയും വിഷമം തോന്നി, നമ്മളത് അനുഭവിച്ചവർക്ക് എന്താവും? ആ ഉണ്ടായിരുന്ന ദിവസങ്ങളും എനിക്കൊരു സ്വപ്നം പോലെ തോന്നണേ. അങ്ങനെയൊക്കെ നടന്ന അതെൻ്റെ തോന്നലാണോ? എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളില്ല, അത് എനിക്ക് അപ്പം തന്നെ ഞാൻ മറക്കും. ഇപ്പം അമ്പലത്തിൽ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി നമ്മൾ കുറേ സമയം വരുന്നൊക്കെ തൊഴുതൊക്കെ ഇറങ്ങി ഇത്തിരി കഴിയുമ്പോഴേക്കും ഞാനത് മറക്കും. ആ രൂപം ഞാൻ മറക്കും. അത് ഞാൻ കുറേ ഓർക്കും, ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ്റെ രൂപം, എനിക്ക് ഓർക്കാൻ പറ്റില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് എൻ്റെ കല്യാണ ദിവസം എനിക്ക് ഓർമ്മയില്ല എങ്ങനെയൊക്കെയായിരുന്നു ആ ദിവസങ്ങൾ. ഞാൻ ചേട്ടനോട് എന്നിട്ട് പറയാറുണ്ട് അതെങ്ങനെയായിരുന്നു, എനിക്കത് ഓർമ്മയില്ല ആ ദിവസങ്ങൾ. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം എക്സൈറ്റ്മെൻറ്റ് കൂടുന്ന കാര്യങ്ങൾ ഞാൻ മറക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. കുഴപ്പം മാറ്റിയെടുക്കാം നമുക്ക്. പക്ഷേ ഇത് വീഡിയോ കാണുമ്പോൾ അവിടെ ഓർമ്മ വരും. വി ബാക്ക് ആപ്പ് മാസ്റ്റർ. സരിതയുടെ ചുരിദാർ സൂപ്പർ, ലിങ്ക് തരണേ, വീഡിയോ സൂപ്പർ. ഇതെന്നറിയോ, നമ്മുടെ മിനി ചേച്ചിയുടെ ടീച്ചർ ഇല്ല, അത് ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്നതാണ് കേട്ടോ, സോറി. അതുകൊണ്ടാണ് ഞാൻ ഈ കമൻ്റ് എടുത്ത് വെച്ചത്. ആ ചുരിദാർ എനിക്ക് മിനി ചേച്ചി ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അന്ന് അവർ കല്യാണം ക്ഷണിക്കാനൊക്കെ കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മിനി ചേച്ചിയുടെ അമ്മയും കല്യാണ പെണ്ണ് നട്ടാഷ, അവർ 3 പേര് കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇത് കൊണ്ടുവന്ന് തന്നു. പക്ഷെ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അത് എനിക്ക് നല്ല വലിപ്പം, അത്യാവശ്യം നല്ല ഓൾട്രേഷൻ ചെയ്യേണ്ട ചുരിദാറായതുകൊണ്ട് ഞാൻ ചെയ്ത് കൊളാക്കണ്ട, നല്ല റേറ്റുള്ള നല്ല ചുരിദാറാണ്, നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓൾട്ടർ ചെയ്ത് ഇതാക്കേണ്ട, സിനിയുടെ എല്ലാം അങ്ങനെ കൊടുക്കാൻ വെച്ചാൽ അങ്ങനെ വെച്ച് പിന്നെ സിനിയുടെ അവിടേക്ക് പോയില്ല. പക്ഷേ മിനി ചേച്ചിക്ക് ഒരു വിഷമമുണ്ട്, എനിക്ക് അത് ഇഷ്ടപ്പെടാണ്ട് ഞാനത് ഇടാണ്ട് മാറ്റി വെച്ചേക്കാണാവുന്ന പാവം വിചാരിച്ചു. ഒരിക്കലും അതല്ലായിരുന്നു. അപ്പം മിനി ചേച്ചി എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ സരിത അത് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് മൂന്നാറിലേക്ക് മിനി ചേച്ചിയുടെ വില്ലയിലേക്ക് അവിടേക്കല്ലേ പോകണം, അപ്പം അത് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അത് ഇടണം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇരുന്ന് അത് ഓൾട്ടർ ചെയ്തു. അത്രയ്ക്കൊന്നും നന്നായിട്ടില്ല ഓൾട്ടർ ചെയ്തത്. ഇനി സിനിയുടെ അവിടെ കൊടുത്ത് ശരിയാക്കി എടുക്കണം, അങ്ങനെ എടുത്താണ്. പക്ഷെ എന്നിട്ടും അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേര് അത് നല്ല ഭംഗിയുണ്ട് സരിതയുടെ ചുരിദാർ കാണാൻ, അതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം, മിനി ചേച്ചി തന്നതാണ് എനിക്ക്. അടുത്തത് റിയാസിൻ്റെ വീണ്ടും വായിക്കാൻ കേട്ടോ. രസമായ കമൻ്റ് ചിരിക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വായിക്കണേ. നമ്മൾ വായിച്ചവരെ തന്നെ വീണ്ടും വായിക്കണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വായിക്കാത്തവർക്ക് വിഷമം തോന്നുന്നുണ്ടാവും. ബില്ലിയാർഡ്സ് ടേബിൾ കണ്ടയുടെ രാജു, ഇതിൻ്റെ കോലെവിടെ? ഒരു കളി കളിക്കട്ടെ. ഇത് കേട്ട രാജിന്ന് എഴുതിയേക്കണ, രാഗി എന്നാണ് ആ കുട്ടിയുടെ പേര്. രാഗി വിചാരിച്ചു ഈ ചേട്ടൻ ഭയങ്കര കളിക്കാരനായിരിക്കും. അവസാനം അജു കോലെടുത്ത് കോഴിക്കാട്ടം കളയുന്ന പോലെ ചിക്കി കളിക്കുന്നത് കണ്ട് രാഗിക്ക് ചിരി അടക്കാൻ പറ്റാതെ തൂവാലെടുത്ത് വായിൽ തിരികെ പിടിച്ചു. ഈശ്വര, ഈ തോണ്ടി കളിക്കാനാണോ കണ്ടയുടനെ ഈ ആക്രാന്തം കാണിച്ചത്? അടുത്ത ഷർമിള റെജി, അടിപൊളി. എല്ലാവർക്കും 5 സ്റ്റാർ 7 സ്റ്റാർ ആകാൻ പറ്റില്ലല്ലോ. നാടൻ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. എനിക്ക് ഒരുപാട് ക്യാഷ് മുടക്കി അടിച്ചു പൊളിക്കുന്നത് വലിയ കാര്യമായി തോന്നില്ല. ഉള്ളവർ ഉള്ളതുപോലെയും അല്ലാത്തവർ ലളിതമായി ആസ്വദിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന VIP-കളുടെ ലൈഫൊന്നും നമ്മൾ കാണുന്ന പോലെ അത്ര കളറൊന്നും അല്ലെന്നേ. അജേട്ടൻ, സരിത, ജഗുമോൻ, താമരശ്ശേരി വീട്, ഏട്ടന്മാർ, പറമ്പ്, കൃഷി, ഇതൊക്കെ എന്ത് രസമാണ്. അതിന് നമ്മൾ കൂടുതൽ ഉള്ളത് ഇതും 99.99% അതാണ് കാണിക്കണേ. ഇടയ്ക്കൊരു 0.01% വേറെ കാണിക്കണ്ടേ. അടുത്തത് പ്രിയങ്ക വിക്ടർ. അജുചേട്ടൻ, സരിത ചേച്ചിയും പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയാണോ? അതെ. സിനിമ കണ്ടപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ഒരു സംശയം ചോദിച്ചാണ് കേട്ടോ. നിങ്ങളുടെ വീഡിയോ എല്ലാം സൂപ്പറാണ്, അടിപൊളി. അതിലാകെപ്പാടെ ഒരേ ഒരു ഡയലോഗ് മാത്രമാണ് ഞാൻ ഡബ് ചെയ്തത്. ഞാനത് പറയുകയും ചെയ്തിരുന്നു. സിനിമ വന്നപ്പോൾ ആ സീൻ കട്ട് ചെയ്യുകയും ചെയ്തു. നായികയുള്ള മുഴുവൻ സംഭാഷണം പറഞ്ഞു കൊടുത്തത് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു കൊടുത്തത് സരിതയായിരുന്നു. നായികരുടെ പേരുന്ന ചാന്ദിനി ശ്രീധർ.
അടുത്ത് ശരത് സി ബി ബാബു. ഈ റിസോർട്ടിനെ പറ്റി മുൻപ് എവിടെയും കേട്ടിട്ടും കണ്ടിട്ടുമില്ല, ഗംഭീരം. ചേട്ടൻ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ച തൃശ്ശൂർ പൂരപ്പറമ്പ് റൗണ്ട്, പുള്ളുപാടം ബീച്ച്, പുന്നത്തൂർ കോട്ട, തളിക്കുളം ബീച്ച് ഇതൊന്നും ചെറുതല്ല ചേട്ടാ. നമുക്ക് കാണിച്ചു തന്ന കാഴ്ചകളെല്ലാം വലുത് തന്നെയാണ്. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്ത്. വസന്ത രവി. റൂമിൻ്റെ ഒന്നും റേറ്റ് പറഞ്ഞില്ലല്ലോ, അത് നമുക്കറിയില്ല. അത് അവരുടെ നമ്പറിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, ലേ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അതിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊരു ബോർഡ് കാണിക്കില്ല, ആ ബോർഡിൽ അവരുടെ ഫോൺ നമ്പർ ഉണ്ട് തോന്നുന്നു, അതിൽ വിളിച്ചു ചോദിച്ചാലും മതി. അടുത്തത് നമ്മൾ അവരുടെ പ്രൊമോഷനായിട്ട് വീഡിയോ ചെയ്തൊന്നല്ലോ, നമ്മളത് ചെന്നപ്പോ കാണിച്ചതാണ്. അടുത്തത് നമ്മുടെ അലീക്കാട്ടാ. ഓക്കെ അജു സരിത, ടൂർ സൂപ്പർ. മലപ്പുറം പോകുമോ? അലീഖാൻ്റെ വീട്ടിൽ വരണം, ഞാൻ വിളിക്കാം. അലീക്ക മലപ്പുറം, കമന്റിൽ പറയണം. അലീഖാനെ മറക്കരുതേ പ്ലീസ് പ്ലീസ് പ്ലീസ്. അജു സരിത മലപ്പുറത്തേക്ക് വരാം തീർച്ചയായിട്ടും. അടുത്തത് മറിയം ജോർജ്. അജു സരിത ജഗുമോൻ മിനീസ് ഹൗസ് ആൻഡ് ലേമോണ്ട് ഫോർട്ട് കാണിച്ചു തന്നതിനും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിനും വളരെ നല്ല വീഡിയോ. പിന്നെ മൂന്നാർ നിങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ? സരിതയുടെ ഡ്രസ്സ് വെരി നൈസ്, ഗോഡ് ബ്ലസ് യു ഓൾ. സന്തോഷം. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. മൂന്നാർ എത്ര കണ്ടാലും മതി വരില്ല, നിങ്ങൾ കാണിച്ചു തന്ന ഹോട്ടലും പരിസരം അതിമനോഹരം, എത്ര കണ്ടാലും മതി വരില്ല. ഒരു 2-3 ദിവസം താമസിക്കണം, പൈസയും നല്ല പോലെ കരുതണം. അജു സരിത ജഗ്ഗു, ഈ എപ്പിസോഡ് മനോഹരം. അടുത്തത് ജോയ്സ് ഡി കന്ന. അജു, ദിസ് വീഡിയോ സോ ക്യൂട്ട്, വർത്ത് ഇറ്റ്, വണ്ടർഫുൾ ആൻഡ് ലവ്ലി വീഡിയോ. ദിസ് പ്ലേസ് ഈസ് സോ വർത്ത് ഇറ്റ് ടു സീ. The wonderful places and all the villas are looking awesome and amazing and beautiful look. The views are looking very pretty, surrounded the area of the house is amazing. Anyway, Munnar is so cute, lovely and beautiful place. Aju, your cameraman is a great photographer and he is a talented person to show his affection for his work. God bless him and he can do better than this. Aju, Sarada and Jagumon, enjoy a happy trip. God bless you all. സന്തോഷം. ഹെൽവിൻ. അജു ചേട്ടാ, സരിത ചേച്ചി നമസ്കാരം. നമസ്കാരം. അടിപൊളി കാഴ്ചകളാണ് കണ്ടത്. മൂന്നാർ പോയി 4 ആളെ അടിച്ചു പൊളിച്ചു അല്ലേ? എന്ത് ഭംഗിയാണ് ആ ഹോട്ടൽ കാണാൻ. മൂന്നാറിലെ ഏറ്റവും കൂടുതൽ ഭംഗി ആ സ്ഥലത്തിനാണെന്ന് തോന്നി. തൃശ്ശൂരിനപ്പുറം പോവാത്ത അജു ചേട്ടൻ മൂന്നാർ പോയി അടിച്ചു പൊളിച്ചല്ലേ? മൂന്നാറിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഞങ്ങൾ കാണാത്ത കുറേ കാഴ്ചകൾ നിങ്ങൾ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. ഇനി ഇങ്ങനെയുള്ള യാത്രകൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കാഴ്ചകൾ കണ്ടങ്ങിരുന്ന് ലയിച്ചു പോയി. അടുത്തത് തോമസ് മംഗലം. ഈ വീഡിയോ കാണിച്ചതിന് നമോവാകം, സൂപ്പർ. വ്യൂ പോയിന്റിൽ നിന്നും പാടാം. അതിരു കാക്കുന്ന മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകതാ. നമ്മുടെ യുവജനോത്സവ സിനിമയിൽ നെടുമുടി പാടി നടക്കണല്ലേ, ആ പാട്ട് പാടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അജു ആ ബെഞ്ചിലിരിക്കുന്ന കണ്ടാൽ ശരിക്കും ഒരു യൂറോപ്യൻ ക്ലോസറ്റിലിരിക്കുന്ന പോലെ തോന്നുന്നു. ഇങ്ങനെ എടുത്തിട്ടാണ് ഇരുന്നത്, അതാണോ? ഇതിങ്ങനെയാണ് അടിയിലേക്ക്. അടിയിൽ എന്ന് പറഞ്ഞാൽ അഗാധമായി കൊക്കയാണ്. ഒരു കമ്പി 2-3 കമ്പി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ജഗ്ഗു അവിടെ ഇരുന്നിട്ട് ആ കമ്പി പിടിപ്പിച്ച ആ ജോലിക്കാര് അവരതെങ്ങനെയാവും അവിടെ നിന്നത് പിടിപ്പിച്ചിട്ടുണ്ടാവുക. അതാണ് അവ ആലോചിച്ചോളുന്നത്. സോറി, ഒരു തമാശ പറഞ്ഞതാണ് കേട്ടോ. എന്തിനാ സോറി പറയേണ്ട ആവശ്യമില്ല. ഇല്ല. അതെ. അടുത്തത് കെ സുധാകരൻ. അടിപൊളി വീഡിയോ. അജു ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, പക്ഷേ ചില സമയങ്ങളിൽ പൊട്ടത്തരമേ പറയൂ. ഉദാഹരണം, ഹോട്ടലിലെ പെൺകുട്ടി രാഗി പറഞ്ഞു റൂമൊക്കെ സോൾഡ് ഔട്ടാണ്. അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ പോകുമോ? സരിത ഇടപെട്ടതിനാൽ രക്ഷപ്പെട്ടു. ഞാൻ തമാശ പറഞ്ഞതാണ് അജു, ചൂടാവണ്ട, ഞാൻ തമാശ പറഞ്ഞതാണേ. സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിച്ചു എന്നല്ലേ? അല്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ പോകും ചേട്ടൻ ചോദിച്ചാ? അയ്യോ, എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ചേട്ടൻ പറഞ്ഞ ഞാനത് അറിയാണ്ട് പറയണതാണ്. ഞാൻ വിചാരിച്ചു വീട്ടിൽ നമുക്ക് എൻ്റെ ഓർമ്മയിലേ ഒരു വീട് എന്നുള്ള ഒരു ഇതാണ് അവിടെ വരുന്നത്. അപ്പൊ ഒരു കടയിലത്തെ സാധനങ്ങളെല്ലാം വിറ്റുപോയി. ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് കയറില്ലല്ലോ, ഇനി പോവാ വീട്ടിൽ പോവാ. അടുത്തത് സുനീഷ് തടത്തിൽ. ഒരു കാര്യം വെറുതെ ആരെയും കുറ്റം പറയരുത്. സരിത ചില എപ്പിസോഡിൽ ഓവറാണ്. അവനവൻ്റെ കാല് ചെളിയിൽ താഴ്ത്തിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയരുത്. സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്ക് പോരാടി വന്നതാണ്. ദൈവത്തെ ഓർത്ത് ആരെയും കുറ്റം പറയാതിരിക്കുക. ഇതിൽ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുക്കിംഗ് ഫാക്ടറി. സന്തോഷ് പണ്ഡിറ്റിൻ്റെ പടങ്ങൾ ഊളപ്പടം എന്ന് പറഞ്ഞത് മോശമായിപ്പോയി. ഇതുപോലെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചും ആൾക്കാർ പറയുമ്പോഴാണ് നിങ്ങൾ പ്രതികരണ പരിപാടിയിൽ അവർക്കെതിരെ വരുന്നതും. അപ്പോൾ ആരെയും തരം താഴ്ത്തണ്ട. പിന്നെ ഗൗരി കേശവ്. സരിത, ഇനി സന്തോഷ് പണ്ഡിറ്റ് നിങ്ങൾക്ക് എതിരെ വിമർശനവുമായി വരും കേട്ടോ. എത്രയായാലും ഇന്നത്തെ വീഡിയോ സൂപ്പർ.
ഫാമിലി വ്ളോഗ്സ് അനിലേട്ടൻ ചെറിയേട്ടൻ ഫാമിലി ഉൾപ്പെടുത്തി ചെയ്യണേ. അതിലെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് മോശമായി പറഞ്ഞു പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ ഇതുവരെ കമൻറ്റ് ഇടാതിരുന്ന ആദ്യമായിട്ട് കമൻറ്റ് ഇട്ടിട്ടുള്ളവരാണ് കുറേ പേര്. അപ്പോൾ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചതിൽ ഞാൻ സോറി പറയുന്നു. ആദ്യം തന്നെ മനസ്സിനെ വിഷമിപ്പിച്ചതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. തീർച്ചയായിട്ടും വളരെയധികം എന്താ പറയുക ചേട്ടാ, ഞാൻ മാപ്പ് പറയുന്നു. പക്ഷേ അത് പറയുമ്പോഴും ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നും അണുവിട പോലും മാറുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും ആളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടില്ല. ആൾ വളരെ നല്ല മനുഷ്യൻ തന്നെയാണ്. അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞേ, ആളുടെ പടങ്ങൾ ഇറങ്ങിയ സമയത്ത് ആൾ വളരെ റൂഡായിട്ടാണ് ഇൻ്റർവ്യൂകളിൽ പെരുമാറുക. അത് ആൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തതായിരുന്നു. അത് നെഗറ്റീവ് ഇതിനെ പബ്ലിസിറ്റിയാക്കി മാറ്റിയാണ് ആൾ ചെയ്തത്. വളരെ കോടികൾ ഇറക്കി എടുത്ത നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള സിനിമകൾ പോലും ആരാരും അറിയപ്പെടാതെ ചിലപ്പോൾ പൊളിഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ ക്രിയേറ്റേഴ്സിനെ ഒന്നും ആരും ചിലപ്പോൾ അറിയാറില്ല. പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ ആളെടുത്തിട്ടുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു, ആളും ശ്രദ്ധിക്കപ്പെട്ടു. ആ ശ്രദ്ധിക്കപ്പെട്ടത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെയാണ്. അപ്പോൾ ആൾ കരുതി കൂട്ടിയിട്ടായിരിക്കും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെയും അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവരെ ഒക്കെ മിക്കിട്ടുകാറിലും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലിലും ആളെ ഇൻ്റർവ്യൂവിന് വിളിക്കലും ആ ഇൻ്റർവ്യൂകൾക്ക് ഭയങ്കര റേറ്റിംഗ് വരുന്ന ആ സമയത്ത്. ഇതൊക്കെ സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളത് സരിത പറഞ്ഞു എന്നുള്ളൂ. ആ ഇന്റർവ്യൂവില് ആള് പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. ആള് പറഞ്ഞത് എന്റെ ഇതുമായിട്ട് ഒരു ബന്ധപ്പെടുത്തി പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് പറഞ്ഞില്ലേ. പിന്നെ ഊളപ്പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ആ ഒരു സമയത്ത് തൃശ്ശൂർ ബിന്ദു സിനിമ തിയേറ്ററിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഏതോ ഒരു പടത്തിന് ഇന്റർവ്യൂ കണ്ടേ എന്നാ പിന്നെ ഈ ആളുടെ പടം ഒന്ന് എങ്ങനെയുണ്ടോ കാണല്ലോ. ചേട്ടൻ മാത്രം കാണാൻ പോയി. ബിന്ദുല ഉണ്ടായിരുന്നെ 10-15 മിനിറ്റ് ആയപ്പോൾ ഞാൻ പോകുന്നു. എല്ലാവരും ഓടിയിട്ട് കണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ മോശപ്പടം. പിന്നെ മോശപ്പടം മോഹൻലാലിന്റെ നരസിംഹ സിനിമ വരെ നമ്മൾ മോശം സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സിനിമകൾ ഇഷ്ടപ്പെടാത്തപ്പോൾ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ അശ്വന്ത് ഗോക്കൊക്കെ വന്നിരുന്നിട്ട് ഓരോ സിനിമേനെ ഊളപ്പടം എന്നല്ല അതിന്റെ അപ്പുറം വിമർശിക്കാറുണ്ട് ഇരുന്നിട്ട്. തീർച്ചയായിട്ടും നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയില്ലേ. ഞങ്ങളുടെ വീഡിയോനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ലേ. ഇനിയിപ്പോ ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റിനെ കുറ്റം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞോട്ടെ. അതെ, അജും സരിതയും കൂടിയിട്ട് എന്നെ ഇന്റർവ്യൂവിൽ ഞാൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സന്തോഷ് പണ്ഡിറ്റ് കുറ്റം പറയട്ടെ. അത് പേഴ്സണലായിട്ട് ആളെ വ്യക്തിപരമായിട്ട് ആളുടെ സ്വഭാവത്തിനെയോ വ്യക്തിപരമായിട്ട് ആളുടെ മോശം സ്വഭാവമാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലതും പറഞ്ഞെങ്കിൽ പറയണേലൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ആ വീഡിയോ വീണ്ടും എടുത്തു പോയിട്ട് കാണുമ്പോൾ എനിക്ക് ചിലത് ശരിയാണെന്ന് തോന്നാറുണ്ട്. ശരിയാ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തോന്നാറുണ്ട്. പക്ഷെ ഇതെനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ആ വീഡിയോയിൽ ഞാൻ പറയണത് ചേട്ടനെയാണ് പറയണേ. ചേട്ടൻ അവിടെ കളയ്ക്കുമ്പോൾ വല്ല അണ്ണന്മാരെ നിർത്തുമെന്ന് പറയുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയും. എന്നിട്ട് ഒരു മാസമായിട്ട് ആ പണി ചെയ്യാണ്ട് കിടക്കണ കാണുമ്പോൾ ഞാൻ ഒരു മാസമായില്ല ചേട്ടത് ചെയ്യാണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞൂടാ, എനിക്ക് പറ്റണ്ടേ, എനിക്ക് നേരം കിട്ടണ്ടേ. അപ്പം എനിക്ക് നേരം കിട്ടില്ല എന്നറിയുന്നതുകൊണ്ടാണ് ഒരു അണ്ണനെ നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിക്കണേ. അപ്പം അതിനും ചീത്ത പറയും. അപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതിനെ കുറ്റം പറയണത് ആള് അഭിമുഖത്തിൽ അങ്ങനെ ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടവരെയും കുറ്റം പറയണു, കാണാത്തവരെയും കുറ്റം ആള് പറയണു. അത് ആളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ആളുടെ അതൊരു തന്ത്രമായിരുന്നു. ആൾ വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ്. പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഇപ്പോൾ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റേ പ്രളയത്തിൽ പോയി അങ്ങനെയുള്ളവർക്ക് ആളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ കുറേ കാര്യങ്ങൾ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ സ്വഭാവം ഒരിക്കലും മോശമാണെന്നോ ആൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊരിക്കലും അപ്പോഴും പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. നല്ല മനുഷ്യൻ തന്നെയാണ് ആള്. അപ്പം അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഇന്നലെ. പക്ഷെ ഇന്നലെ ആ ഒരൊറ്റ പോയിന്റ് അല്ലാണ്ട് അത് വീഡിയോയിൽ വേറെ എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയോ. തോമസ് മംഗലം, അല്ല അജു, നമ്മുടെ ഇൻഡോർ ചെടികൾ ഇടയ്ക്ക് പുറത്തേക്ക് എടുത്ത് ദിവാകരനെ കാണിക്കണം എന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അത് നടക്കുന്നുണ്ടോ? അല്ലേ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ദിവസം ആ പീസ് ലില്ലി മര്യാദയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നോടുന്ന ആ പീസ് ലില്ലിനെ 2 ഞങ്ങൾ പൊക്കി പിടിച്ചെടുത്തോണ്ട് ദിവാകരനെ കാണിച്ചത്. അത് 2 ഉണങ്ങിപ്പോയി. അതിന് വെയിൽ കൊള്ളിക്കാൻ പാടില്ല അത്രേ. അതിന് ജനലേരുടെ ഉള്ളിൽ കൂടെയൊക്കെ ഇത്തിരി വെളിച്ചം കിട്ടില്ലേ, അത് തന്നെ മതിന്ന്. അത് ആ ടൈപ്പ് പീസ് ലില്ലി. അതായത് നമ്മൾ പുറത്ത്
ഷെയ്ഡിൽ വെക്കണ പീസ് ലില്ലിയില്ലേ അതുപോലത്തെ അല്ലാന്ന്, ഇത് പ്രത്യേകം ഇൻഡോർ പ്ലാന്റ് ആണത്. അയ്യോ വയറിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് എന്നിട്ട് അത് കരിഞ്ഞു പോയി. എന്നിട്ട് പുതിയത് വേറെ വാങ്ങിച്ചു, വേറെ ചെടി വെച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് കരിഞ്ഞു. ഞങ്ങൾ കുറേ വെള്ളം ഒഴിച്ചൊക്കെ നോക്കി, പക്ഷെ ഇല മൊത്തം കരിഞ്ഞു. അപ്പം ഇനി മേലാൽ ഈ ദിവാകരനെ കാണിക്കണ കാര്യം പറഞ്ഞിട്ട് വരരുത്. അതാണ് കേട്ടാ ഞാൻ പറഞ്ഞേ. ശാന്ത സുരേഷ്, എൻ്റെ അച്ഛേട്ടാ സരിതേച്ചി എൻ്റെ പേര് ഒന്ന് പറയാമോ? പറഞ്ഞല്ലോ, ശാന്ത സുരേഷ്. പിന്നെ ഒരു പാട്ട് പാടിത്തരാമോ ചേച്ചി? മോഹം കൊണ്ട് ഞാൻ ഏതോ ദൂരെ എന്ന പാട്ട്. ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ നല്ല രസം. ഇന്നിട്ടേക്കണ വീഡിയോയിലുണ്ട് ആ പാട്ട്. അത് കൂടി ചേർന്നപ്പോഴാണ് 2 വരി പാടുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ സുഗു. ശാന്ത സുരേഷ് എന്നാണ് കൊടുത്തേക്കണ, സുഗു എന്ന് പറഞ്ഞ ആളാണ് തോന്നുന്നത് അപ്പോൾ ഇട്ടേക്കണേ അല്ലേ? അയ്യോ അയ്യോ ആദ്യത്തെ വരി മാത്രം പാടിയാൽ മതിയാ. മോഹം കൊണ്ടു ഞാൻ ദൂരേ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. അടുത്ത് ജെമിനി അച്ചു. എൻ്റെ ദൈവമേ, ഞാൻ എത്ര വട്ടം പറഞ്ഞു ബിഗ് ബോസ് എന്ന്. ആര് കേൾക്കാൻ, പറഞ്ഞു മടുത്തു എന്ന്. നമ്മൾ പേര് കിട്ടാണ്ടേ. അതുപോലെ തന്നെ പറയാം. അയ്യോ ഇപ്പം ഈ വാങ്ങിച്ചേക്കണം ഈ പൊട്ടിനുണ്ടല്ലോ, പശ എന്ന് പറയുന്ന സാധനം ഇല്ല. ഞാനിപ്പോൾ ഇത് ഈ ഒരു പൊട്ട് കുത്തി കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇരിക്കൂട്ടെ ഈ പൊട്ടൻ്റെ. പക്ഷെ ഇപ്പോൾ ഇത് പൊട്ട് കുത്തി ഇത്തിരി വീഴും. ഞാൻ തൊട്ട് പറയാൻ വന്നേ, നമ്മുടെ വീഡിയോ ഇല്ലേ പ്ലാൻ ചെയ്യാണ്ട് എടുക്കണതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ പ്ലാൻ ചെയ്യാണ്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറലാണ്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ, നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ക്യാമറ ഓഫ് ആക്കുമ്പോഴും ഓൺ ആക്കുമ്പോഴും എങ്ങനെയാണ് ഇവിടെ നടക്കണേ അതേപോലെ തന്നെ ഒരു അഭിനയവും ഇല്ലാണ്ട് ഒരു കലർപ്പും ഇല്ലാണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കണേ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു വിപരീത വശം എന്താണെന്ന് വെച്ചാൽ കുറേ തെറ്റുകൾ വരും. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ചിട്ട് പറയണം എന്ന് മുന്നേ വിചാരിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി. ബിഗ് ബോസിലാണോ ആള് വന്നേ, അതോ മറ്റേ മലയാളി ഹൗസിലാണോ വന്നത്, ഇതെല്ലാം ഏത് കൊല്ലത്തിലാണ് വന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആയിരിക്കും അതിൽ പറയാം. പക്ഷേ ഞങ്ങളിത് ചിന്തിക്കാണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സമയത്ത് അത് പേരും ഓർമ്മയില്ല. ബിഗ് ബോസിന് വരെ മൈ ബോസ് എന്നും പറഞ്ഞു. പിന്നെ മനസ്സിലായി ബിഗ് ബോസിലല്ല, സൂര്യ ടി വിയിൽ വന്ന ഇതിൽ കമൻസ് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിയാണ്, മലയാളി ഹൗസിലാണ് വന്നേക്കണേ, സൂര്യ ടി വിയിലത്തെ. അടുത്തത് മറിയം ജോർജ്. അജു സരിത ജഗുമോൻ. വീഡിയോ തുടക്കം അരം പ്ലസ് അരം ഈക്വൽസ് കിന്നരം. വാദപ്രതിവാദങ്ങൾ. വാഴയ്ക്ക് ഊന്നു കൊടുക്കലും. അല്ലൻ ചേട്ടൻസ് കമൻറ്റ്. അജു വേര് വന്നോന്ന് നോട്ടം. നല്ല തമാശ. നമ്മുടെ ചാർലി ആൻഡ് ഇമ്രുവിൻ്റെ കലാപ്രകടനങ്ങൾ. അജുവിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചുള്ള പേരുവായന. സരിതയുടെ വിവരണം. ഇമ്രുവിൻ്റെ കുര വാക്സിനേഷന് പോയത്. അത് കേട്ടിട്ട് ചിരി നിർത്താൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാഞ്ഞത് വലിയ നഷ്ടമായി. സാരമില്ല, കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇന്നത്തെ വീഡിയോ അടിപൊളി. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ് യു. കണ്ട ഈ ഇത്രയ്ക്കധികം കാര്യങ്ങള് രസകരമായിട്ട് ആൾ ആസ്വദിച്ചു. പക്ഷെ ചിലർക്ക് കണ്ടെത്തി ഇത് സന്തോഷ് പണ്ഡിറ്റിനെ കുറ്റം പറഞ്ഞിട്ടാണ് കണ്ടത്. ജിയോ, എന്റെ പൊന്നോ, കൊല വന്നാ കൊല. ഇത് കേട്ട് ചിരിച്ച് ചോറ് നെറുകയിൽ കുടുങ്ങി. എന്നിട്ടോ അത് സമ്മതിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഈ അജുവേട്ടൻ്റെ ഒരു കാര്യം. പിന്നെ ആ വാഴയുടെ ചോട്ടിലൊക്കെ നല്ലപോലെ മണ്ണ് കൂട്ടി ഉറപ്പിച്ച് കൊടുക്കണം. പോരാത്തതിന് ബലമുള്ള കമ്പ് കൊണ്ട് താങ്ങും കൊടുക്കണം. എന്നാലേ കാറ്റ് വരുമ്പോൾ വീഴാതിരിക്കൂ കേട്ടോ. അത് കൊലക്കെട്ട് കെട്ടിയില്ലേ, മുകളിൽ കെട്ടിയില്ലേ, അതുകൊണ്ടാണ് വാഴ ഇങ്ങനെ ഒടിഞ്ഞത്. മറ്റേ കാലും ഒരിക്കലും ഒടിയില്ലേ, ആ കാല് ചെരിഞ്ഞു. അപ്പൊ നമ്മുടെ കമന്റ് വായന ഇന്നത്തെ കഴിഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് കുറച്ച് ചില വീഡിയോസ് ഒന്നും കമന്റ്സ് എടുത്തിട്ടില്ല. ആദർശ് പണിക്കറിന്റെ ഒക്കെ നല്ല നല്ല കമന്റ്സ് ഉണ്ട്, വലിയ കമന്റ്സ്. അത് എടുത്തിട്ടില്ലേ? ഇപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആളുടെ എടുത്തിട്ടില്ലല്ലോ. കണ്ടമാനായി. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.